ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് മണ്ഡലത്തിൽ വൈദഗ്ധ്യപ്രകടനത്തിൽ 32ാമത്തെ കാര്യം. നിരോധോ നോത്പത്തർ ബദ്ധോ ന സാതക മുമുക്ഷർനവൈ മുക്ത ഇത്യേഷാ പരമാർത്ഥത. പറഞ്ഞു അതോ മനോവികൽപ്പന മാത്രം ദ്വൈതമിതി സിദ്ധം തസ്മാ സൂക്തം ദ്വൈതസ്യാസത്വ നിരോധാദ്യഭാവ പരമാർത്ഥത. ദ്വൈതം മനസ്പന്ദനമാണ്, ദ്വൈതം അസത്യമാണ്. അതുകൊണ്ട് പരമാർത്ഥത എന്താണ്? ദ്വൈതം ഇല്ലാതിരിക്കലാണ്, ദ്വൈതത്തിന്റെ ഇല്ലായ്മയാണ്. അതാണ് പരമാർത്ഥത, അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ഇവിടെ പരിഹരിക്കുകയാണ്. ദ്വൈതവും അദ്വൈതവും പരസ്പര വിരുദ്ധമായ കാര്യമല്ല. അദ്വൈതം സത്യമാണ്, ദ്വൈതവും സത്യമാണെങ്കിൽ പരസ്പര വൈരുദ്ധ്യം വരും. പിന്നെ രണ്ട് സത്യങ്ങൾ, അത് ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ദ്വൈതം അസത്യമാണ്, അദ്വൈതം സത്യം. അപ്പോൾ രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ, രണ്ടില്ല. അതുകൊണ്ട് രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യം വരുന്നില്ല. രണ്ടെണ്ണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പരസ്പര വൈരുദ്ധ്യമില്ല. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. ദ്വൈതത്തിന്റെ അഭാവത്തെയാണ് ബോധിപ്പിക്കുന്നത്. ശാസ്ത്രം അതിനെയാണ് ബോധിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ശാസ്ത്രത്തിന് പരമാവധി ബോധിപ്പിക്കാവുന്നുള്ളതും അതാണ്. അദ്വൈതത്തെ ശാസ്ത്രത്തിന് ബോധിപ്പിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞു. കാരണം അത് ശബ്ദവാച്യമല്ല, ശബ്ദം കൊണ്ടൊന്നും പറയത്തക്കതല്ല. വിദ്യവും ദ്വൈത അഭാവേ ശാസ്ത്രവ്യാപാരം. അങ്ങനെയാണെങ്കിൽ ശാസ്ത്രപ്രവൃത്തി, ഉപദേശം എന്തിനാണ് ബോധിപ്പിക്കുന്നത്? ദ്വൈതത്തെയാണോ ദ്വൈതത്തെയാണോ? ദ്വൈതത്തെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ദ്വൈതത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ദ്വൈതം സർവപ്രത്യക്ഷ സിദ്ധമാണ്. അങ്ങനെ ഒരു ഗുരുവോ ശാസ്ത്രമോ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെന്തായിരിക്കും? ദ്വൈതത്തിന്റെ അഭാവത്തെ ആയിരിക്കും, നാനാത്വത്തിന്റെ അഭാവത്തെ ആയിരിക്കും ശാസ്ത്രം ബോധിപ്പിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്വൈതത്തെ പിന്നെ എന്താ ഇവിടെ ബോധിപ്പിക്കുന്നത്? ആരുടെ എന്ത് ഉപദേശം കൊണ്ടാണ് അദ്വൈതത്തെ ബോധിപ്പിക്കുന്നത്? ശാസ്ത്രം, ഉപനിഷത്ത്, അതാണ് അദ്വൈതത്തിന് പ്രമാണമെന്നും പറയുന്നു. അതെങ്ങനെ സംഭവിക്കും എന്നാണ് ഇവിടെ പറഞ്ഞ. എന്താണ്? ഇത്യേഷ പരമാർത്ഥത. നിരോധാദി അഭാവം, നിരോധത്തിന്റെയും മറ്റും അഭാവമാണ് പരമാർത്ഥത എന്ന് പറഞ്ഞു. അപ്പം അഭാവത്തെ ശാസ്ത്രത്തിന് ബോധിപ്പിക്കാൻ പറ്റും. ശാസ്ത്രത്തിന് നിഷേധാത്മകമായി പ്രവർത്തിക്കാൻ പറ്റും, ഭാവാത്മകമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ്. അദ്വൈതത്തെ ആര് ബോധിക്കുന്നു, എങ്ങനെ ബോധിപ്പിക്കും? അത് മാത്രമേ ഉള്ളൂവെങ്കിൽ ശബ്ദവും മറ്റു വ്യവഹാരങ്ങളും എല്ലാം എങ്ങനെ അദ്വൈതത്തിൽ സംഭവിക്കും എന്തെല്ലാം ചോദിക്കുന്നതിന് തന്നെ സമാധാനം. സർവത്തിന്റെ അഭാവം പറയുകയും സർവത്തിന്റെ അഭാവത്തെ ബോധിപ്പിക്കുന്ന വാക്കും അതിനെ ബോധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കർണങ്ങളും അതെല്ലാം അസത്യമാണെന്ന് ബോധിപ്പിക്കുകയും അതിന്റെ സഹായത്തോടുകൂടി, അസത്യത്തിന്റെ സഹായത്തോടുകൂടി അദ്വൈതത്തെ ബോധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നിടത്ത് വിരോധം പോലെ തോന്നും. അതിന് സമാധാനം പറയുന്നു. ശാസ്ത്രം ഇവിടെ ബോധിപ്പിക്കുന്നത് ദ്വൈതാഭാവമാണെങ്കിൽ അദ്വൈതത്തെ ആര് ബോധിപ്പിക്കും? എന്താ ഉള്ളത്? ഉപദേശം ബോധിപ്പിക്കും. ഉപദേശിക്കണമെങ്കിൽ ഒരു വ്യക്തി വേണം, ഗുരു ശിഷ്യ ഭേദം വേണം, അതിന്റെ കർണങ്ങൾ ഗുരുവിനുണ്ടായിരിക്കണം, ശിഷ്യനിൽ ശ്രവിക്കുന്നതിനുള്ള കർണങ്ങൾ വേണം,
വീണ്ടും ദ്വൈതമായി. പിന്നെ അദ്വൈതം എവിടെ? ഇവിടെ ഒരു പരസ്പര വൈരുദ്ധ്യം ഉള്ളതുപോലെ തോന്നുന്നു. അതിന് സമാനം പറയുന്നു. തഥാച സതി അദ്വൈതസ്യ വസ്തുത്വേ പ്രമാണാഭാവ ശൂന്യവാദ പ്രസംഗം. ദ്വൈതസ്യ അഭാവ, ദ്വൈതം അസത്യമാണെന്ന് പറഞ്ഞു. അദ്വൈതത്തെ ബോധിപ്പിക്കുന്നതിനൊന്നുമില്ല. അദ്വൈതം അല്ലാതെ മറ്റൊന്ന് ശേഷിക്കുന്നു. അദ്വൈതത്തെ ബോധിപ്പിക്കാൻ ശബ്ദത്തിന് ശേഷിയില്ല. ഗുരുവും ശിഷ്യനും എന്ന് പറയുന്ന ഭേദം ഇവിടെയില്ല. കരണങ്ങളില്ല. അദ്വൈതത്തെ ആര് എങ്ങനെ ഇവിടെ ബോധിപ്പിക്കും? ദ്വൈതവുമില്ല. ദ്വൈതം അസത്താണെന്നാണ് ഇവിടെ തന്നെ പറയുന്നു. ഇതിന് എന്തുവരും? ശൂന്യം. ആത്യന്തികമായിട്ട് സർവവും ശൂന്യമാണ്. ശൂന്യവാദ പ്രസംഗം. ഈ കാണുന്ന ദ്വൈതം അസത്യമാണെന്ന് പറയുമ്പോൾ ശേഷിക്കുന്നത് ശൂന്യമാണെന്ന് വരും. സത്തായ അദ്വൈതം സിദ്ധിക്കത്തില്ല എന്നാണ് ഒരാക്ഷേപം പറയുകയാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അദ്വൈതം എന്ന് പറയുന്നത് സത്യമാണ്. അതെങ്ങനെ സാധ്യമാകും? അതെങ്ങനെ ഉപദേശിക്കും? അത്തരം കാര്യങ്ങൾ. തഥാചസതി അദ്വൈതസ്യ വസ്തുത്വേ പ്രമാണാഭാവ. അദ്വൈതം ഉണ്ട് എന്നുള്ളതിന് പ്രമാണമില്ല. ശബ്ദപ്രമാണമല്ല, മറ്റൊന്നുമില്ല. അദ്വൈതത്തിൽ രണ്ടാമതൊന്നില്ല. അവനെ ബോധിപ്പിക്കാൻ പ്രമാണമില്ല. ശൂന്യവാദ പ്രസംഗ. ശൂന്യവാദത്തെ സ്വീകരിക്കേണ്ടി വരും. ബൗദ്ധന്മാരിൽ ഒരു വിഭാഗക്കാർ സർവ്വവും ശൂന്യമാണെന്ന് പറയുന്നു. ശൂന്യമാണ് പരമാർത്ഥമെന്ന് പറയുന്നു. ദ്വൈതസിലാഭവ, ദ്വൈതവുമില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. സമാനം പറയുന്നു. അത് ശരിയല്ല. രജ്ജു സർപ്പാദി വികൽപ്പനായ നിരാസ്പദത്വ അനുപത്തിരി പ്രത്യുക്തമേതത് കഥം ഉജ്ജീവയസീത്യാഹ. ഇത് മുമ്പ് തുടക്കത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഇതിന് സമാധാനം പറഞ്ഞതാണ്. വീണ്ടും ആ പ്രശ്നം വീണ്ടും എന്തിനു ചോദിക്കുന്നു എന്നാണ്. ശിഷ്യനാണ് ചോദിക്കുന്നതെങ്കിൽ മറവി കൊണ്ട് ചോദിക്കാം. എന്നാൽ എതിർവാദിയാണ് ചോദിക്കുകയാണെങ്കിൽ ദുരാഗ്രഹം കൊണ്ട് ചോദിക്കാം. താൻ പറയുന്ന കാര്യം സമർത്ഥിക്കാൻ കഴിയാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു പഴുതുണ്ടോ, താൻ പറയുന്നതാണ് ശരിയെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചോദിക്കാം. അതുകൊണ്ട് വീണ്ടും ഈ ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ടാണ്? ഇതിന് സമാധാനം മുമ്പ് പറഞ്ഞാണ്. രജ്ജുസർപ്പാദി വികൽപ്പനായ, രജ്ജുസർപ്പം തുടങ്ങിയ ആരോപങ്ങൾ, കൽപ്പിതമായ വസ്തുക്കൾക്ക് ഒരാധാരം കൂടിയേ തീരും. നിരാസ്പദത്വ അനുപത്തി, ഒരധിഷ്ഠാനം കൂടാതെ ഒരാരോപം കണ്ടിട്ടില്ല. പ്രപഞ്ചം അസത്യമാണെന്ന് പറയും. ഈ പ്രപഞ്ചം അസത്യത്തിന്റെ ആധാരം എവിടെ? ഇതെവിടെ നിലനിൽക്കുന്നു? ഇത് അസത്യമാണെന്ന് പറയുമ്പോൾ അസത്യമാണെന്ന് പറയുന്നവർ ഒരു കാര്യം കൂടി അംഗീകരിക്കുന്നു. എന്താണ്? അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ അസത്യത്തിനൊരാധാരം വേണം. അതാണ് സത്യം. അപ്പൊ സത്യത്തെ ആശ്രയിച്ച് അസത്യത്തിന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് പ്രപഞ്ചം അസത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ശൂന്യം വരത്തില്ല. അതിന്റെ ആധാരമായി സത്യം സ്ഥിതി ചെയ്യും. അതുകൊണ്ട് ഇതിന് സമാധാനം മുമ്പ് പറഞ്ഞതാണ്. വീണ്ടും ഈ ചോദ്യം എന്തിന് ഉന്നയിക്കുന്നു എന്നാണ് പറയുന്നത്. രജ്ജുരവി സപ്പവികൽപ്പ ആസ്പദഭൂത വികൽപ്പിതവേരി ദൃഷ്ടാന്താനുപത്തി. ഇവിടെ ചോദ്യം ചോദിച്ചയാൾ പറയുകയാണ്, നിങ്ങളോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എന്താ സമാധാനം പറയുന്നത്? രജ്ജു സർപ്പം. ഈ ദൃഷ്ടാന്തം ഞങ്ങൾക്ക് സമ്മതമല്ല, നിങ്ങളീ പറയുന്ന കാര്യം. എന്തുകൊണ്ട്? സർവവും ശൂന്യമാണെന്നുള്ളതിന് രജ്ജുസർപ്പം തന്നെയാണ് ശരിയായ ദൃഷ്ടാന്തം. അവിടെ എന്താണ്? രജ്ജുവിൽ സർപ്പത്തെ കൽപ്പിച്ചിരിക്കുന്നു. ആ രജ്ജുവോ അതും കൽപ്പിതമാണ്. രജ്ജു സത്യമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അദ്വൈതമനുസരിച്ച് രജ്ജുവും കൽപ്പിതമാണ്. അങ്ങനെ നോക്കുമ്പോൾ സർവവും കൽപ്പിതമാണ്, സർവവും അസത്യമാണ്. ശൂന്യം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ചോദ്യം വീണ്ടും ചോദിക്കുന്നത്.
രജ്ജു സർപ്പം എന്ന് പറയുന്നത് ശരിയായ ഒരു ദൃഷ്ടാന്തമല്ല. സത്യത്തിൽ അസത്യത്തെ കൽപ്പിക്കുന്നതിന് ദൃഷ്ടാന്തമല്ല. രജ്ജു എങ്ങനെ സത്യമാകും? അതും കൽപ്പിതമാണ്. പ്രപഞ്ചം ആകമേ കൽപ്പിതമാണെങ്കിൽ രജ്ജുവും കൽപ്പിതമാണ്. അസത്യമായ രജ്ജുവിൽ അസത്യത്തെ ആരോപിച്ചിരിക്കുന്നു. ശൂന്യത്തിൽ സർവത്തെ ആരോപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ യോജിക്കുന്നത്. രജ്ജുരവി സർവവികല്പസ്യ സർപ്പവികല്പസ്യ ആസ്പദത. സർപ്പാരോപം അതിന് ആധാരമായിരിക്കുന്ന രജ്ജുവും വികല്പിത ഏവ, അതും കൽപ്പിതമാണ്. ഇത് ദൃഷ്ടാന്താനുപത്തി. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ദൃഷ്ടാന്തം അത് ശരിയല്ല. ഒന്ന് സത്യവും മറ്റൊന്ന് കൽപ്പിതമാണെന്നുള്ളതിനാണല്ലോ രജ്ജുസർപ്പ ഉദാഹരണം പറയുന്നത്. ശരിയല്ല, രണ്ടും കൽപ്പിതമാണ്. സർവ്വവും ശൂന്യമാണെന്നുള്ളതിനാണ് ഈ ദൃഷ്ടാന്തം പറയുന്നു. അത് ശരിയല്ല. വികൽപ്പനാക്ഷയെ അവികൽപ്പിതസ്യ അവികൽപ്പിതത്വാദേവ സത്വപത്തേ, അത് ശരിയല്ല. എവിടെയാണോ ഒരു ആരോപമുള്ളത്, ദൃഷ്ടാന്തം എന്ന് പറയുന്നത് എന്താണ്? ദൃഷ്ടാന്തത്തിൽ ഏത് ഭാഗമാണോ, ഏത് തത്വത്തെയാണോ അതിലൂടെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആ ഭാഗത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് വേണ്ടിയുള്ളതല്ല, രണ്ടു പക്ഷവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ കൽപ്പനയ്ക്ക് ആരോപത്തിനൊരു ദൃഷ്ടാന്തം പറയുകയാണ്. വികല്പന ആരോപം ക്ഷയിക്കുമ്പോൾ അതിനാണ് ദൃഷ്ടാന്തം പറയുന്നത്. അവികൽപ്പിതസ്യ, അവിടെ ആരോപിതമല്ലാത്തത്, അത് രജ്ജുവാണ്. അതിനാണ് ഇവിടെ ഉദാഹരണം പറയുന്നത്. എവിടെയാണോ ഒരു ആരോപം സംഭവിക്കുന്നത് അവിടെ ആരോപം സംഭവിക്കാത്തത് അത് നിലനിൽക്കുന്നു എന്നുള്ളതിനാണ് ഉദാഹരണം പറയുന്നത്. രജ്ജു സത്യമാണോ അസത്യമാണോ എന്നുള്ളത് പിന്നീട് ചിന്തിക്കാം. ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ്? എവിടെയാണോ ഒരു ഭ്രമം അല്ലെങ്കിൽ ആരോപം സംഭവിക്കുന്നത് ആ ഭ്രമം നശിച്ചതിന് ശേഷം എവിടെയാണോ അത് സംഭവിച്ചത് നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ, അതിനാണ് ഇവിടെ ഉദാഹരണം പറയുന്നത്. എന്ന് പറഞ്ഞാൽ രജ്ജുസർപ്പം എന്ന് പറയുന്ന ആ ഒരു ദൃഷ്ടാന്തത്തിലൂടെ അദ്വൈതത്തെ സമർത്ഥിക്കുകയല്ല. അദ്വൈതം എന്ന് പറയുന്നത് സ്വതസിദ്ധമാണ്. ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തത്തിലൂടെയോ ഒരു യുക്തിയിലൂടെയോ ഒന്നും സമർത്ഥിക്കേണ്ട ഒരു കാര്യമല്ല. അത് പരമാർത്ഥമാണ്, സത്യമാണ്. അത് ശബ്ദപ്രമാണത്തെ അനുസരിച്ചോ അല്ലെങ്കിൽ യുക്തിയെ അനുസരിച്ചോ ഒന്നും നിലനിൽക്കുന്ന ഒരു തത്വമല്ല. പരമാർത്ഥം എന്ന് പറയുന്നത് നിരപേക്ഷമായി നിലനിൽക്കുന്ന ഒന്നാണ്. പക്ഷെ അതിനെ വ്യാഖ്യാനിക്കുന്നതിനും വിശദീകരിക്കുന്നതിനും വേണ്ടി ഒരു ദൃഷ്ടാന്തത്തെ സ്വീകരിക്കുകയാണ്, ചർച്ചയ്ക്ക് വേണ്ടി മാത്രം. ആ ദൃഷ്ടാന്തത്തിൽ തന്നെ അവിടെ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരാശയം, ആശയത്തിന് വേണ്ടി മാത്രം സ്വീകരിച്ചിരിക്കുകയാണ്. ഇവിടെ എന്താണ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എവിടെയാണോ ഒരു ആരോപം സംഭവിക്കുന്നത്, സത്യമല്ലാത്ത അസത്യമായ ആരോപം, ആ ആരോപം നശിച്ചതിന് ശേഷവും എവിടെയാണോ അത് സംഭവിച്ചത് ആ സ്ഥാനം തന്നെ നിൽക്കും. അതിന് മാത്രമാണ് ഇവിടെ ഉദാഹരണം പറയുന്നത്. രജ്ജു സത്യമോ അസത്യമോ എന്നുള്ള ചർച്ചയല്ല ഇവിടെ. അത് രജ്ജു സർപ്പം എന്ന് പറയുന്ന ഉദാഹരണത്തിൽ അത്രയും സംഭവിക്കുന്നുണ്ട്. മറിച്ച് അവിടുത്തെ സർപ്പം അസത്യമായതുകൊണ്ട് പ്രപഞ്ചം അസത്യമാണ്, രജ്ജു സത്യമായതുകൊണ്ട് പ്രപഞ്ചവും സത്യമാണ്, അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്. അതാണ് വികല്പനാക്ഷയെ, ആരോപം ക്ഷയിക്കുമ്പോൾ അവികൽപ്പിതസ്യ, ആരോപിതമല്ലാത്തത് അധിഷ്ഠാനം, അവികൽപ്പിതത്വാദേവ സത്വം, അത് ആരോപിതമല്ലാത്തതുകൊണ്ട് തന്നെ നിലനിൽക്കുന്നു. രജ്ജു ആരോപിതമല്ല, അതുകൊണ്ട് നിലനിൽക്കുന്നു. സർപ്പഭ്രാന്തി മാറിയാലും ഇത്രയും മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ വീണ്ടും ചോദിക്കുന്നു, രജ്ജു സർപ്പവും അസത്വം ഇരിച്ച്, അത് ശരി. വീണ്ടും പറയുന്നു, കേൾക്കുന്നതാണിത് ബോധിക്കുന്നില്ല.
ദ്വൈതം അസത്യമാണെന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കണം. പക്ഷേ ഈ അദ്വൈതം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അസത്യമായിക്കൂടാ? വീണ്ടും ചോദിക്കുകയാണ്. അദ്വൈതം എന്ന് പറയുന്നു എന്തുകൊണ്ടൊരു കൽപ്പന ആയിക്കൂടാ? സർവവും കൽപ്പനയാണെന്ന് പറയുന്നു. ശബ്ദവും മനസ്സും ശരീരവും കരണങ്ങളും എല്ലാം കൽപ്പനയാണ്. കൽപ്പിതമായി ഇതിനെല്ലാം ആശ്രയിച്ചുകൊണ്ടാണ് ദ്വൈതത്തെക്കുറിച്ചും അദ്വൈതത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത്. അതിലൊന്നിനെ നമ്മൾ കൽപ്പനയായി സ്വീകരിക്കുന്നു, ഭ്രാന്തിയായി സ്വീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അദ്വൈതവും അതുപോലെ ഒരു കൽപ്പനയായിക്കൂടാ? ഒന്ന് കൽപ്പനയും മറ്റൊന്ന് സത്യവും. അങ്ങനെയാണ്. രണ്ടും ചിന്തയല്ലേ? മനസ്സിന്റെ ചിന്തയും ഭാവനയും എല്ലാം പ്രത്യക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദ്വൈതപ്രപഞ്ചം, അതും വിശേഷിച്ച് സത്യമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദ്വൈതപ്രപഞ്ചത്തെ അസത്യമാണെന്ന് യുക്തി കൊണ്ട് സമർത്ഥിക്കുകയാണെങ്കിൽ വെറും ഭാവനാരൂപത്തിലുള്ള ഈ ദ്വൈതരഹിതമായ അദ്വൈതം എന്ന് പറയുന്ന ഒരു ഭാവനയാണ്, ഒരു കൽപ്പനയാണ്, ചിന്തിക്കണം. അത് ആർക്കും അനുഭവപ്പെടുന്നില്ല. അതും എന്തുകൊണ്ട് അസത്യമായിക്കൂടാ? ഈ പറയുന്ന രജ്ജുസർപ്പത്തെ പോലെ. അതെന്താ സത്യമാകുന്നത്? എങ്ങനെ സത്യമാകും എന്നാണ്. അദ്വൈതത്തെക്കുറിച്ച് അനുഭവമില്ലല്ലോ, കേൾക്കുന്നവന് അനുഭവമില്ല. പറയുന്നയാളിന് ഇനി അനുഭവം ഉണ്ടെങ്കിൽ തന്നെ കേൾക്കുന്നയാളിന് അത് ബോധ്യപ്പെടുന്നില്ല. സത്യമെന്ന് അനുഭവപ്പെടുന്ന ഒന്നിനെ കൽപ്പനയെന്ന് സമർത്ഥിക്കാമെങ്കിൽ, അങ്ങനെ അനുഭവപ്പെടാത്ത ഒന്നിനെ കേവലം ഭാവനയിൽ മാത്രം ചർച്ച ചെയ്യുന്ന ഒന്ന് അതും എന്തുകൊണ്ട് കൽപ്പനയായിക്കൂടാ? കൽപ്പന എന്നുള്ള നിലയ്ക്ക് അതും അസത്യമാണല്ലോ എന്നാണ്. അത് സാറിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ദ്വൈതം അസത്യമാകുന്ന പോലെ അദ്വൈതം എന്തുകൊണ്ട് അസത്യമായിക്കൂടാ? ഒന്നിൽ മാത്രം ദുരാഗ്രഹം എന്തിനാണ്? ദ്വൈതത്തെ അസത്യമെന്ന് സമർത്ഥിക്കുന്നതിനും അദ്വൈതം സത്യമെന്ന് സമർത്ഥിക്കുന്നതിനും ഇതും കേവലമായ ഒരു ദുരാഗ്രഹമാകാമല്ലോ. അങ്ങനെ ആകണമെന്നുണ്ടോ എന്നാണ്. അത് ശരിയല്ല. ഏകാന്തേന അവികൽപ്പിത രജ്ജംശവ പ്രാഗ് സർപ്പാഭാവ വിജ്ഞാന പറയുന്നു. എവിടെയാണോ ആരോപം ഉള്ളത് ആ ഭാഗത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. സർപ്പഭ്രാന്തി ഉണ്ടാകുന്നിടത്ത് ആ ഭ്രാന്തിയെ നമ്മൾ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് കേവലം ഭ്രമമാണ്. പക്ഷെ അങ്ങനെ ആ ഭ്രാന്തി ഉണ്ടായി, ആ ഭ്രാന്തി നശിച്ചു. നശിച്ചതിന് ശേഷം ബോധ്യപ്പെടുന്നു എന്താണ് അവിടെ ആ ഭ്രാന്തിക്ക് ആധാരമായെന്നുണ്ടായിരുന്നു, അത് സത്യമായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നു. ഭ്രാന്തി എവിടെയാണോ ഉള്ളിടത്ത് അവിടെ തന്നെ നമ്മൾക്ക് സത്യത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഭ്രാന്തി ആണെന്ന് തിരിച്ചറിയുന്നത്. ഒരാൾ ഭ്രാന്തിയിൽ തന്നെ തുടരുന്നു എന്ന് ഇരിക്കട്ടെ, അയാൾക്ക് ഒരിക്കലും സത്യത്തെ തിരിച്ചറിയാൻ ഒക്കത്തില്ല. ഭ്രാന്തി നശിച്ചു കഴിയുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത് എന്താണ്, ഇതുവരെ എന്റെ അനുഭവം അസത്യമായിരുന്നു, ഇപ്പോൾ എനിക്ക് ശരിയായ ബോധമുണ്ടായി. അപ്പം ഭ്രാന്തി നശിക്കുമ്പോൾ ഒരാൾക്ക് സത്യബോധം ഉണ്ടാകുന്നുണ്ട്. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, എന്താണോ ആ ഭ്രാന്തി ഉണ്ടായിരുന്ന സമയത്തും സത്യോടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവും. അപ്പോൾ സർപ്പഭ്രാന്തി നശിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അയാൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു, ഞാൻ ഭ്രാന്തനായിരുന്ന ആ സമയത്തും അവിടെ സത്യം ഉണ്ടായിരുന്നു. ആ സത്യത്തിലാണ് ഈ ഭ്രമം ഉണ്ടായത്. അപ്പോൾ ഭ്രമാനുഭവം കൊണ്ട് എന്നത് തന്നെ തെളിവാണെന്ത്, അവിടെ സത്യമുണ്ട് എന്നുള്ളത്. സത്യം ഉള്ളതുകൊണ്ടാണ് ഈ ഭ്രമാനുഭവം ഉണ്ടാകുന്നത്. ഭ്രമാനുഭവം ഉള്ളതുകൊണ്ട് കേവലം ഭ്രമം മാത്രമേ ഉള്ളൂ എന്നുള്ള കൽപ്പന അസംബന്ധമാണ്.
കാരണം എവിടെയെല്ലാം നമുക്ക് അത്തരം ഭ്രാന്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നോ അവിടെയെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്നു എന്താണ് ആ ഭ്രാന്തി തിരിച്ചറിയുമ്പോൾ അവിടെ സത്യം നിലനിന്നിരുന്നു. സത്യത്തിലാണ് ഈ ഭ്രാന്തമായ അനുഭവം ഉണ്ടായത് എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് അദ്വൈതം ഒരിക്കലും കൽപ്പനയല്ല. കാരണം ഭ്രാന്തിയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഭ്രാന്തിക്ക് ആധാരമായി അദ്വൈതം ഉണ്ടായാലേ പറ്റൂ, അല്ലെങ്കിൽ ഭ്രാന്തി ഉണ്ടാകത്തില്ല. നേരത്തെ പറഞ്ഞ എന്താണ്, ഭ്രമത്തിനൊരു അധിഷ്ഠാനം കൂടിയേ തീരൂ, അത് ഭ്രമമാകാൻ പാടില്ല. അപ്പോൾ ഭ്രമം ഉണ്ടായിരിക്കുന്ന സമയത്തും സത്യം അവിടെയുണ്ട്. സത്യത്തിലാണ് ഭ്രമാനുഭവം, അല്ല ഭ്രമത്തിലല്ല. അതുകൊണ്ട് അദ്വൈതം ഒരിക്കലും ഭ്രമമാകാൻ നിവൃത്തിയില്ല. അങ്ങനെ വന്നാൽ ഭ്രമം ഉണ്ടാകത്തില്ല. അദ്വൈതത്തെയും ഭ്രമമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആർക്കും ഭ്രമാനുഭവം ഉണ്ടാകത്തില്ല. ഭ്രമാനുഭവം ഉണ്ടാകുന്നുണ്ടോ എന്നാൽ അത് തന്നെയാണ് അദ്വൈതം സത്യം ഉണ്ട് എന്നുള്ളതിന് യുക്തി അത് തന്നെ. അതുകൊണ്ട് ദ്വൈതം പോലെ അദ്വൈതം ഒരിക്കലും ഭ്രമമല്ല. എന്ന് പറയുന്നത് ഏകാന്തേന അവികൽപ്പിതത്വ, പാരമാർത്ഥികമായി അത് സത്യമാണ്, അത് കൽപ്പിതമല്ല, ആരോപിതമല്ല. എന്ത് സത്യം, അദ്വൈതം, ബ്രഹ്മം അത് പാരമാർത്ഥികമായി നിലനിൽക്കുന്നതാണ്, അത് കൽപ്പിതമല്ല. അവികൽപ്പിത രജ്വംശവത്. എപ്പോഴാണ് നമുക്ക് ഭ്രാന്തി ഉള്ളത് അവിടെ തന്നെ ഭ്രാന്തിരഹിതമായ ആ രജ്വംശം അതവിടെ അനുഭവപ്പെടുന്നുണ്ട്. മുമ്പോട്ട് ചൂണ്ടിക്കാണിച്ചിട്ടെന്താ പറയുന്നത്, ഇത് ഭ്രമമെന്നാണ്, ഈ കാണുന്ന ഭ്രമമാണ്. അല്ലെങ്കിൽ ഇവിടെ എനിക്കുണ്ടായ ഭ്രമം നശിച്ചു എന്നാണ്. ഇവിടെ എനിക്കുണ്ടായ ഭ്രാന്തി മാറി എന്ന് പറയുമ്പോൾ എവിടെയാണോ ആ ഭ്രാന്തി മാറിയത് അതാണ് സത്യം. ഏകാന്തം എന്ന് വെച്ചാൽ നിശ്ചിതമായി, മാറ്റമില്ലാതെ, പരമാർത്ഥമായി, സത്യമായി എന്ന പേര്. എന്ത് ഏകാന്തേന അവികൽപ്പിതത്വ, അദ്വൈതം പരമാർത്ഥമായും അനാരോപിതമാണ്, നിശ്ചിതമായും അനാരോപിതമാണ്, ഭ്രാന്തിയല്ല എന്നർത്ഥം. അദ്വൈതവും ഭ്രാന്തി ആയിക്കൂടെ വഴിയില്ല. അതിനുദാഹരണം പറഞ്ഞു, എപ്പോഴാണോ നിങ്ങൾക്ക് ആ ഭ്രാന്തി ഉണ്ടായിരുന്നത് അവിടെയും ആ രജ്വംശം അതവിടെ പ്രകാശിച്ചിരുന്നു. ജഗത്തിന്റെ ഭ്രാന്തി നിലനിൽക്കുന്നു. എന്തുകൊണ്ട്? ഇവിടെയും ഈ ഭ്രാന്തമായിരിക്കുന്ന അവസരത്തിലും ഭ്രമം നിലനിൽക്കുമ്പോഴും ഇവിടെ നമുക്ക് സത്യാനുഭവം നിലനിൽക്കുന്നു. ജഗത്തിൽ തന്നെ സത്യാനുഭവം പ്രതീതമാകുന്നുണ്ട്. ഈ ജഗത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സത്യാനുഭവം അത് തന്നെ പരമാർത്ഥം. പരമാർത്ഥം ജഗത്തിലൂടെ അനുഭവപ്പെടുന്നതാണ്, ജഗത് സത്യമായി തോന്നുന്നത്. അതാണ് ഇത് സർപ്പം എന്ന് തോന്നുന്നു. അവിടെ ഭ്രമാനുഭവത്തിലും ഇത് എന്നുള്ള ഒരു സത്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്. ആ ഇതെന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്ന രജ്വംശത്തെയാണ്. അപ്പോൾ ഇത് സത്യമെന്ന് ഈ സർവത്തെയും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും സത്യാനുഭവമുണ്ട്. ആ സത്യത്തെയാണ് ഇതിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണോ ഭ്രമാനുഭവം ഉള്ളത് അവിടെ സത്യാനുഭവമുണ്ട്. പക്ഷെ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇന്നതാണ് സത്യം, ഇന്നതാണ് അസത്യം എന്ന് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. രണ്ടും അവിടെയുണ്ട്. പ്രാഗ് സർപ്പാഭാവ വിജ്ഞാന, സർപ്പാഭാവ വിജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പും നിങ്ങൾക്ക് സത്യത്തെക്കുറിച്ചുള്ള അനുഭവം ഉണ്ടായിരുന്നു. അതിനാണ് ഇതെന്ന് നമ്മുടെ അറിയുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചാനുഭവം ഉള്ളപ്പോഴും സത്യാനുഭവം നിൽക്കുന്നുണ്ട്. സത്യജിത്ത് ആനന്ദം ഇവ പ്രപഞ്ചത്തിലൂടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് സത്യം. പക്ഷെ അവിടെ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്താണ് സത്യം, എന്താണ് അസത്യം എന്ന് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രം. അല്ല ഇല്ലാത്ത ഒരനുഭവത്തെ ഉണ്ടാക്കാനല്ല. നിലനിൽക്കുന്ന അനുഭവത്തെ തന്നെ
വേർതിരിച്ച് മനസ്സിലാക്കാനാണ് എന്ന് പറയുന്നത്. ഹംസം എങ്ങനെയാണോ പാലിനെയും വെള്ളത്തെയും തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പാലും വെള്ളവും ചേർത്ത് കഴിഞ്ഞാൽ അവിടെ എന്തിന്റെ അനുഭവമാണ്? രണ്ടിന്റെ അനുഭവമാണ്. പാലിന്റെ അനുഭവമുണ്ട്, വെള്ളത്തിന്റെ അനുഭവമുണ്ട്. പക്ഷെ വേർതിരിക്കാൻ പറ്റുന്നില്ല. ഇന്നത് പാലാണ്, ഇന്നത് വെള്ളമാണ്. അതുപോലെ സത്യത്തിന്റെയും അസത്യത്തിന്റെയും അനുഭവം ഒരേ സമയം നിലനിൽക്കുകയാണ്. പക്ഷെ വിവേകമില്ല ഇതിനെ വേർതിരിക്കാൻ. ഇന്നത് സത്യം, ഇന്നത് അസത്യം. മാത്രമല്ല അവിടെ ഭ്രാന്തി സംഭവിച്ചു പോയി. അസത്യത്തിൽ സത്യബുദ്ധി വന്നു, പ്രപഞ്ചത്തിൽ സത്യബുദ്ധി വന്നു. അവിടെ വിവേകം കൊണ്ടെന്താണ് സംഭവിക്കുന്നത്? ഈ സത്യം പ്രപഞ്ചത്തിൻ്റെതല്ല, പ്രപഞ്ചത്തിന്റെ ആധാരത്തിൻ്റെതാണ് ഈ സത്യാനുഭവം. അപ്പോൾ ഈ ഭ്രമത്തിന് അധീനമായിരിക്കുന്ന അവസ്ഥയിലും സത്യബോധമുണ്ട് എന്നാണ്. അതുകൊണ്ട് സത്യം കല്പിതമല്ല, അത് പരമാർത്ഥമാണ്. അത് ഈ അസത്യാനുഭവത്തിലൂടെ വെളിപ്പെടുന്നു എന്നേ ഉള്ളൂ. പ്രപഞ്ചാനുഭവത്തിലൂടെ സത്യം പ്രകാശിക്കുകയാണ്. അതാണ് പറയുന്നത്, സർപ്പാഭാവ വിജ്ഞാനത്തിന് മുമ്പ് സത്യബോധം ഉണ്ടായിരുന്നു, രജ്ജുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായിരുന്നു. രജ്ജുവിനെ കുറിച്ച് ലേശവും ബോധമില്ലെങ്കിൽ സർപ്പഭ്രാന്തി ഉണ്ടാകത്തില്ല. അപ്പം ഭ്രാന്തിയുള്ള സമയത്തെല്ലാം സത്യാനുഭവം ഉണ്ടെന്നാണ്. അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്ന ഒരിക്കലും ഒരു കൽപ്പനയല്ല, ഭാവനയല്ല. അദ്വൈത അനുഭവം ഈ അസത്യാനുഭവം എപ്പോഴും ഉണ്ട്. അതുള്ളതുകൊണ്ടാണ് ഈ ഭ്രമം ഇങ്ങനെ നിലനിൽക്കുന്നത്. വിവേകം ഇല്ല എന്നുള്ളതേ ഉള്ളൂ. വികൽപ്പയിതുശ്ച പ്രാഗ് വികൽപ്പന ഉത്പത്തേഹേ സിദ്ധത്വ അഭ്യോമാ. വികൽപ്പയിതു, വികൽപ്പ ഭ്രാന്തി, ഭ്രമം, അതിന്റെ ആധാരമായിരിക്കുന്നത് അതാ ഭ്രാന്തി ഉണ്ടാകുന്നതിന് മുമ്പും സിദ്ധമാണ്, നിലനിൽക്കുന്നതാണ്. സർപ്പഭ്രാന്തി ഉണ്ടാകുന്നതിന് മുമ്പും അവിടെ അതുണ്ടായിരുന്നു. ഭ്രാന്തി അത് നശിച്ചു പോകും, അതെന്നും നിലനിൽക്കുന്നതല്ല, അതിന്റെ ആധാരം എന്നും നിലനിൽക്കുന്നതാണ്. ഭ്രാന്തി ഉണ്ടായി നശിച്ചതിന് ശേഷവും അത് നിലനിൽക്കുന്നു, മുമ്പും നിലനിന്നിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ എങ്ങനെ കല്പിതമാകും? കൽപ്പനയുടെ ആധാരം കല്പിതമല്ല, അതിനെയാണ് സത്യമെന്ന് പറയുന്നത്. ഞാനിവിടെ പറയുന്നത് വികൽപ്പയിതു, വികല്പനത്തിന്, ആരോപത്തിന് ആധാരമായിരിക്കുന്നത് ആ വികല്പം ഉണ്ടാകുന്നതിന് മുമ്പും നിലനിന്നിരുന്നു. അതുപോലെ ഈ ജഗദ്ഭ്രമം, ജഗതനുഭവം, ഈ ജഗത്തനുഭവത്തിന് ആധാരമായിരിക്കുന്നത് എപ്പോഴും ഇവിടെ നിലനിൽക്കുന്നതാണ്. അത് ഏതുപോലെ? സുഷുപ്തി പോലെ. സുഷുപ്തിയിൽ ജഗതനുഭവമില്ല, പക്ഷേ ഈ ജഗതനുഭവത്തിന് ആധാരമായതെന്തോ അതവിടെ സുഷുപ്തിയിലുമുണ്ട്. ഉണർന്നതിന് ശേഷം മനസ്സിലാകും എന്താണോ. ഉണർന്നതിന് ശേഷം ജഗതനുഭവമാണ്. ഇവിടെ ഭ്രാന്തി, ഭ്രമം എന്നൊക്കെ പറഞ്ഞാൽ എന്താണോ തെറ്റിദ്ധരിക്കരുത്. ഈ പ്രപഞ്ചാനുഭവം തന്നെയാണ് ഭ്രമം എന്ന് പറയുന്നത്. സത്യമല്ലാത്തതുകൊണ്ട് തന്നെ ഭ്രമം എന്ന് പറയുകയാണ്. അല്ല, നമ്മൾ ധരിച്ചിരിക്കുന്ന തരത്തിലുള്ള ഭ്രമമല്ല. ജഗതനുഭവം, പ്രപഞ്ചാനുഭവം തന്നെ അതിന് സത്യമല്ലാത്തതുകൊണ്ട് അതിന് അങ്ങനെ ഒരു പേര് കൊടുത്തതേ ഉള്ളൂ. ഈ ജഗതനുഭവം ഇല്ലാതിരുന്ന ഒരവസ്ഥയാണ് സുഷുപ്തി. സുഷുപ്തിയിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ ജഗതനുഭവം ഉണ്ടാകും. അയാൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ആ സത്യം ഈ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പും നിലനിന്നിരുന്നു, ഇവിടെ സുഷുപ്തിയിലും നിലനിന്നിരുന്നു. ഉണർന്നിരുന്ന് ജാഗ്രതയിലിരുന്ന് ഒരാളിത് ബോധിക്കുന്നു, ഇത് അസത്യമാണ്. ഈ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പേ അത് നേരത്തെ പറഞ്ഞു, സുഷുപ്തി, സമാധി തുടങ്ങിയ അവസ്ഥകളിൽ പ്രപഞ്ചാനുഭവമില്ല. പക്ഷെ അവിടെ സത്യം നിലനിൽക്കുന്നു. ആ സത്യത്തെയാണ് നമ്മൾ സുഷുപ്തി എന്നും സമാധി എന്നെല്ലാം വിളിക്കുന്നത്. ആ സത്യമാണ്. അതെങ്ങനെ കല്പിതമാകും? അതെങ്ങനെ ആരോപിതമാകും? അതെങ്ങനെ ഭ്രമമാകും? അത് ഭ്രമമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു അനുഭവം, പ്രപഞ്ചാനുഭവരഹിതമായ ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല. അതുണ്ടല്ലോ. അതുകൊണ്ട് ഈ വികല്പനയ്ക്ക് ആധാരമായിരിക്കുന്ന എന്തോ അത് സത്യമാണ്. അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നത്. അതിനെ ആശ്രയിച്ചിട്ട് തന്നെ ഈ പ്രപഞ്ചാനുഭവം ഇല്ലാതാകുകയും ചെയ്യുന്നു.
വ്യോമാ അസത്വാനുഭൂതി. അതുകൊണ്ട് അദ്വൈതം അസത്യമാണ് എന്ന് കൽപ്പിക്കരുത്. എന്ന് നിങ്ങൾ കൽപ്പിച്ചാൽ ആ കൽപ്പനയ്ക്ക് ആധാരമായി എന്താണ് ഇരിക്കുന്നത്, അതിനാണ് അദ്വൈതം എന്ന് പറയുന്നത്. എന്തും കൽപ്പിക്കാം മനസ്സുകൊണ്ട്. സത്യത്തെ കൽപ്പിക്കാം, അസത്യത്തെ കൽപ്പിക്കാം, ഭ്രമത്തെ കൽപ്പിക്കാം, എന്തും മനസ്സുകൊണ്ട് കൽപ്പിക്കാം. മനസ്സിന് സർവത്തിനുള്ള ശേഷിയുണ്ട്. ആ ശേഷിക്ക് ആധാരമായിരിക്കുന്നെന്തോ അതിനാണ് ഇവിടെ സത്യം എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഈ കൽപ്പനകൾ നിലനിന്നാലും ഈ കൽപ്പനയൊന്നും ഇല്ലെങ്കിലും അത് നിലനിൽക്കും. സത്യം അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നു. അതിന് ഉദാഹരണമായിട്ടാണ് സുഷുപ്തിയെ പറഞ്ഞത്. അവിടെ കൽപ്പനയൊന്നുമില്ല, പക്ഷെ അവിടെയും നിലനിൽക്കുന്നു. കൽപ്പനാശൂന്യമായ ഒന്നവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് അദ്വൈതം കൽപ്പിതമല്ല, ഭാവനയല്ല. എല്ലാ ഭാവനകൾക്കും ആധാരമായിരിക്കുന്നതിനാണ് അദ്വൈതം എന്ന് പറയുന്നത്. കഥം പുനഃസ്വരൂപേ വ്യാപാരാഭാവേ ശാസ്ത്രസ്യ ദ്വൈത വിജ്ഞാന നിവർത്തകത്വം. ശാസ്ത്രം അല്ലെങ്കിൽ ഉപദേശം, അതുകൊണ്ടാണല്ലോ സത്യത്തെ ബോധിക്കേണ്ടത്. പക്ഷെ നേരത്തെ തന്നെ പറഞ്ഞു എന്താണ്, ശബ്ദത്തിന് അദ്വൈതത്തെ വെളിപ്പെടുത്തുന്നതിനുള്ള ശേഷിയില്ല. കാരണം ശബ്ദശക്തിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നില്ല. സ്വരൂപേ വ്യാപാരാഭാവേ, അദ്വൈതത്തിൽ, പരബ്രഹ്മത്തിൽ, പരമാർത്ഥ തത്വത്തിൽ ശബ്ദത്തിന്റെ ശക്തി എത്തിച്ചേരുന്നില്ല. ശബ്ദം അവിടെ നിന്ന് പിന്തിരിയുന്നു എന്നെല്ലാം പറയുന്നു. ശബ്ദം അതിന്റെ ശക്തിയിലൂടെയാണ് അർത്ഥത്തെ ബോധിപ്പിക്കുന്നത്. അദ്വൈതത്തെ ബോധിപ്പിക്കാൻ അതിനുശേഷം എന്തുകൊണ്ട് എന്തെങ്കിലും ഒരു ധർമ്മം, ഒരു ഗുണം, അതെല്ലാം നേരത്തെ ചർച്ച ചെയ്തതാണ്. ക്രിയ തുടങ്ങിയ കാര്യങ്ങൾ ഉള്ള ഒന്നിനെ മാത്രമേ ശബ്ദം കൊണ്ട് ബോധിപ്പിക്കാൻ പറ്റൂ. ഉദാഹരണങ്ങളെല്ലാം നേരത്തെ ചർച്ച ചെയ്തു. ഇവിടെ എന്താണ്, ഗുണം, ക്രിയ ഒന്നും നിലനിൽക്കാത്ത, നിർധർമ്മകമായ ഒരു ധർമ്മവും നിലനിൽക്കാത്തതായ ഈ അദ്വൈതം, അവിടെ ശബ്ദം എങ്ങനെ പ്രവർത്തിക്കും? പ്രവർത്തിക്കത്തില്ല. പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ദ്വൈത വിജ്ഞാനം ഇതിനെങ്ങനെ ശബ്ദത്തിന് ഇല്ലാതാക്കാൻ പറ്റും? പറഞ്ഞല്ലോ, അദ്വൈതത്തെ ബോധിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ദ്വൈതത്തെ നിവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. നേതി നേതി എന്നിങ്ങനെ ദ്വൈതത്തെ നിവർത്തിപ്പിക്കാൻ കഴിയുന്നു. അതും സാധ്യമല്ല. കാരണം അദ്വൈതത്തിൽ ശബ്ദത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ദ്വൈതത്തെ നിവർത്തിപ്പിക്കാനും അദ്വൈതത്തിന് ഈ ശബ്ദത്തിന് ശേഷിയില്ല എന്ന് പറഞ്ഞാലോ, നേഷദോഷ രജ്വാം സർപ്പാധിമതാത്മനി ദ്വൈത അവിദ്യാധ്യസ്ഥത്വ. ദ്വൈതം എന്ന് പറയുന്നത് അവിദ്യ കൊണ്ട് കൽപ്പിതമാണ്. നേരത്തെ പറഞ്ഞല്ലോ, അത് മനസ്സ്പന്ദനമാണ്, അവിദ്യയാൽ കൽപ്പിതമാണ്. അവിദ്യ കൊണ്ട് ഏതുപോലെ, രജ്ജുവിലെ സർപ്പം പോലെ അവിദ്യ കൊണ്ട് കൽപ്പിതമായതുകൊണ്ട്, ആരോപിതമായതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ പറ്റും. ശബ്ദത്തിന് ദ്വൈത വിജ്ഞാനത്തെ നിവർത്തിപ്പിക്കാൻ പറ്റും. അത് സത്യമായിരുന്നെങ്കിൽ ശബ്ദം കൊണ്ടൊരിക്കലും മാറ്റാൻ പറ്റത്തില്ലായിരുന്നു. നമുക്കറിയാമല്ലോ, വ്യാവഹാരികമായ ഒരു സത്യം, അതിനെ ശബ്ദം കൊണ്ട് നമുക്ക് നിഷേധിക്കാൻ ഒക്കത്തില്ല. പുസ്തകം, ഇത് വ്യാവഹാരികമായ ഒരു സത്യമാണ്. ശബ്ദം കൊണ്ട് ഞാൻ പറയുന്നത് പുസ്തകമല്ല എന്ന് പറഞ്ഞാൽ ഇതല്ലാതാകുന്നില്ല. വസ്തു അതായിട്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ പ്രപഞ്ചം അങ്ങനെയല്ല. പ്രപഞ്ചം മൊത്തത്തിൽ എന്താണ് ശ്രുതി ബോധിപ്പിക്കുന്ന? നേതി നേതി എന്നാണ്. ഇതെന്നാ, ഇത് പരമാർത്ഥമല്ല എന്നാണ് ബോധിപ്പിക്കുന്നത്. പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുന്നതിന് ശബ്ദത്തിന് ശേഷിയുണ്ട്. എന്തുകൊണ്ടത് പരമാർത്ഥമല്ലാത്തതുകൊണ്ട് തന്നെ. പരമാർത്ഥമല്ല എന്നുള്ളതിനാണ് കൽപ്പിതം എന്ന് പറയുന്നത്, ആരോപിതം എന്ന് പറയുന്നത്. പരമാർത്ഥമല്ലാത്ത ഒന്നിനെ ശബ്ദം പരമാർത്ഥമല്ലെന്നാണ് ബോധിപ്പിക്കേണ്ടത്. അതാണ് സത്യം. അതുകൊണ്ട് ശബ്ദത്തിന് അതിന് ശേഷിയുണ്ട്. കൽപ്പിതത്തെ കൽപ്പിതമെന്ന് ബോധിപ്പിക്കാനും സത്യത്തെ സത്യമെന്ന് ബോധിപ്പിക്കാനും ശബ്ദത്തിന് കഴിയും. അതൊരു സാധാരണ കാര്യമാണ്. അതുപോലെ ഈ ആത്മാവിനെ, തന്റെ സ്വരൂപത്തെ, അതിലുള്ള കൽപ്പനകളെ നീക്കിയിട്ട് ശബ്ദത്തിന് ബോധിപ്പിക്കാൻ കഴിയുന്നു. നേതി നേതി എന്ന് ബോധിപ്പിക്കാൻ കഴിയുന്നു. അതെങ്ങനെ ബോധിപ്പിക്കുന്നു? കഥം
പറയുന്നു. സുഖി അഹം, ദുഃഖി, മൂഢോ, ജാതോ, മൃതോ, ജീർണോ, ദേഹവാൻ, പശ്യാമി, ശൃണോമി, വ്യക്തഃ, അവ്യക്തഃ, കർത്ത, ഫലി, സംയുക്തോ, വീക്തഃ, ക്ഷീണോ, ബദ്ധോഹം, മമ ഏതേ ഇത്യുമാദേ സർവം ആത്മനി അധ്യാരോപ്യന്തേ. പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് ഇതാണ്. ബാഹ്യമായ സൂര്യനെ, ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയൊന്നും കാണുന്നതല്ല പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത്. പ്രധാനമായി വരുന്ന പ്രപഞ്ചാനുഭവം എന്താണ്? സുഖി അഹം, ഞാൻ സുഖിയാണ്. ഇതാണ്. ദുഃഖി, ഞാൻ ദുഃഖിയാണ്. തന്നെക്കുറിച്ച് പറയുകയാണ്, പരമാർത്ഥമായ തന്നെക്കുറിച്ച് പറയുകയാണ്. താൻ പരമാർത്ഥമാണ്, തന്നിൽ സുഖദുഃഖാദി തുടങ്ങിയ വികാരങ്ങളില്ല എന്ന് തിരിച്ചറിയാതെ തന്നിൽ ആരോപിക്കുകയാണ്. എന്നിട്ട് അതിനെ പറയുന്നു, അനുഭവപ്പെടുന്നു. മൂഢ, ഞാൻ മൂഢനാണെന്നറിയുന്നു. ജാതഃ, ഞാൻ ജനിച്ചവനായി അറിയുന്നു. മൃതഃ, മരിച്ചു എന്നറിയുന്നു. ജീർണഃ, ജീർണിച്ചിരിക്കുന്നു. ജീർണത കൊണ്ട് തന്നെ ഞാൻ മരിച്ചിരിക്കുന്നു. ദേഹവാൻ, എനിക്കിപ്പോൾ ദേഹമുണ്ട്. ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവങ്ങൾ. അഹം പശ്യാമി, ഞാനിതാ കാണുന്നു. അഹം ശൃണോമി, ഞാൻ കേൾക്കുന്നു. വ്യക്തഃ, അവ്യക്തഃ, ഞാനിതാ എന്നെ അറിയുന്നു. എനിക്കെന്നെ യഥാർത്ഥത്തിൽ അറിയാൻ കഴിയുന്നില്ല. എനിക്ക് അവ്യക്തനായിരിക്കുന്നു. പറയാറുണ്ടല്ലോ, ഞാൻ അജ്ഞനാണ്, എന്റെ സ്വരൂപം എന്താണെന്ന് എനിക്ക് ബോധിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ പറയാറുണ്ട്. എന്റെ സ്വരൂപം എനിക്ക് ബോധിച്ചു എന്ന് പറയുന്നു, ബോധിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇതെല്ലാം കൽപ്പനകളാണ്. കർത്ത, ഞാൻ ചെയ്യുന്നവനാണ്. ഫലി, ഞാൻ ഫലത്തോടു കൂടിയവനാണ്. സുഖദുഃഖാദി ഫലങ്ങളോട് കൂടിയിരിക്കുന്നവനാണ്. സംയുക്തഃ, വിയുക്തഃ, ഞാനിപ്പോൾ ഫലത്തോട് ചേർന്നു. ഞാൻ ഫലത്തിൽ നിന്ന് അകന്നുപോയി. സംയോഗ വിയോഗങ്ങൾ. ക്ഷീണഃ, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. വൃദ്ധഃ, ഞാൻ വൃദ്ധനായിരിക്കുന്നു. മമ ഏതേ, ഇത് സർവവും എന്റേതാണ്. ഇങ്ങനെയുള്ള ഈ അനുഭവങ്ങൾ സർവവും സർവേ ആത്മനി അധ്യാരോപ്യന്തി, ഇതെല്ലാം തന്നിൽ താൻ കൽപ്പിക്കുകയാണ്. തന്നിൽ കൽപ്പിക്കുമ്പോൾ താനാണ് പരമാർത്ഥം. തന്നെ ഈ കൽപ്പനകൾ ഇത് അസത്യമാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ് ഇത്യേഷ പരമാർത്ഥത. താൻ പരമാർത്ഥമാണ്. താൻ തന്നെ തന്നിൽ ആരോപിക്കുന്ന ഇതെല്ലാം കൽപ്പിതങ്ങളാണ്. ആത്മാ ഏതേഷു അനുഗതഃ സർവത്ര അന്തിഭിചാര. ഈ അനുഭവങ്ങളിലെല്ലാം അനുഗതമായിരിക്കുന്നത്, അനുസ്യൂതമായിരിക്കുന്ന എന്താണ്? ഞാൻ, ആത്മാ. അതനുസ്യൂതമായിരിക്കുന്നു. എല്ലാ അനുഭവങ്ങളിലും ഞാനുണ്ട്. എന്നെ ആശ്രയിച്ചിട്ടാണ് സർവാനുഭവങ്ങളും നിലനിൽക്കുന്നത്. എന്നിലാണ് സർവാനുഭവങ്ങളും നിലനിൽക്കുന്നത്. അപ്പോൾ എന്നിൽ നിലനിൽക്കുന്ന ഈ അനുഭവങ്ങളെല്ലാം എന്റെ തന്നെ കൽപ്പനയാണ്. ഈ അനുഭവങ്ങൾ മാറി 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 സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ കൽപ്പനകളൊന്നും തന്നെ സത്യമല്ല. ഈ കൽപ്പനകളെല്ലാം മാറാത്ത എന്നിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഏതേഷു അനുഗതഃ, എല്ലാ കൽപ്പനകളിലും ആധാരമായിരിക്കുന്ന ഞാൻ, എനിക്ക് മാറ്റമില്ലാത്തതുകൊണ്ട് ഞാൻ സത്യമാണ്. മാറ്റമില്ലാത്തതുകൊണ്ട് ഞാൻ അദ്വൈതമാണ്. മാറിക്കൊണ്ടിരിക്കുന്നതെല്ലാം ദ്വൈതമാണ്. അദ്വൈതം, ദ്വൈതം എന്ന് പറയുന്നത് അങ്ങനെയും മനസ്സിലാക്കും. എല്ലാ അനുഭവങ്ങളിലും മാറാതിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അദ്വൈതനാണ്. എന്റെ എല്ലാ അനുഭവങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഓരോ അനുഭവവും ദ്വൈതമാണ്. എല്ലാ അനുഭവങ്ങളും കൂടി ചേരുമ്പോൾ നമ്മളതിന് പ്രപഞ്ചം എന്ന് പറയുന്നു. അപ്പോൾ എല്ലാ അനുഭവങ്ങളെയും ചേർത്ത് പ്രപഞ്ചാനുഭവം എന്ന് പറയും. ഈ പ്രപഞ്ചാനുഭവം ദ്വൈതമാണ്, മാറുന്നതാണ്. അതാണ് മാറുന്നത്. അതുകൊണ്ടത് കൽപ്പിതം. താനിവിടെ മാറുന്നില്ല, അതുകൊണ്ടത് സത്യം. അപ്പോൾ സത്യത്തിന്റെയും കൽപ്പിതത്തിന്റെയും വേർതിരിവ് ഇവിടെ വളരെ സ്പഷ്ടമാണ്. യാതൊരു സംശയമില്ലാതെ ബോധിക്കത്തക്കതാണ്. സർപ്പധാരാദിഭേദേഷു രജ്ജുഃ
ഒരു രുചിയിൽ പല അനുഭവങ്ങളുണ്ടാകാം. നേരത്തെ പറഞ്ഞു, ഒരു നീർച്ചാലായി അനുഭവപ്പെടാം, മാലയായി അനുഭവപ്പെടാം, ഒരു വടിയായി അനുഭവപ്പെടാം, ഒരു സർപ്പമായി അനുഭവപ്പെടാം, ഭൂഛിദ്രമായി ഭൂമിയിലുണ്ടായ ഒരു വിടവായിട്ട് അനുഭവപ്പെടാം. ഒരു വസ്തുവിനെ പലതരത്തിൽ അനുഭവപ്പെടാം. അതുപോലെ താൻ പലതായി തനിക്ക് തന്നെ അനുഭവപ്പെടുന്നു. അനുഭവങ്ങളിലൊന്നും തനിക്ക് മാറ്റമില്ല. എല്ലാ അനുഭവങ്ങളും എന്നിൽ നിലനിൽക്കുന്നു. എല്ലാ അനുഭവങ്ങൾക്കും ആധാരമായിരിക്കുന്ന ഞാൻ, എനിക്ക് മാറ്റം സംഭവിക്കാത്തതുകൊണ്ട് അദ്വൈതം സത്യം, മാറുന്നത് ദ്വൈതം കൽപ്പിതം. യഥാച ഏവം വിശേഷ്യ സ്വരൂപപ്രത്യയസ്യ സിദ്ധത്വാന്ന കർത്തവ്യത്വം ശാസ്ത്രേണ. അതുകൊണ്ട് തന്നെ എന്താണ് ശാസ്ത്രം പുതുതായിട്ടൊന്നിനെ ബോധിപ്പിക്കുകയല്ല, നിത്യസിദ്ധമായിരിക്കുന്ന ഒന്നിനെ ബോധിപ്പിക്കുകയാണ്, ഒന്നിനെ ഉണ്ടാക്കുകയല്ല. യാഗത്തെയും മറ്റും വേദം ബോധിപ്പിക്കുന്ന പോലെ ഒന്നിനെ ബോധിപ്പിക്കുകയല്ല. വിശേഷ്യ സ്വരൂപപ്രത്യയസ്യ സിദ്ധത്വ. വിശേഷ്യ സ്വരൂപപ്രത്യം, ഈ അനുഭവങ്ങളെല്ലാം വിശേഷ്യമായിരിക്കുന്ന സ്വരൂപജ്ഞാനം, അത് സദാ നിലനിൽക്കുന്നു. ആത്മബോധം സദാ നിലനിൽക്കുന്നു. രജ്ജുവിൽ എന്തൊക്കെ ഭ്രമം ഉണ്ടായാലും അവിടെ രജ്ജുവിന്റെ ബോധം അനുസ്യൂതമായിരിക്കുന്ന പോലെ ഇത് സർപ്പമാണ്, ഇത് മാലയാണ്, ഇങ്ങനെ പറയുന്നിടത്തെല്ലാം ഇത് എന്ന് ആ രജ്ജുജ്ഞാനം നിലനിൽക്കുന്നത് പോലെ ഈ എല്ലാ അനുഭവങ്ങളിലും വിശേഷ്യമായിരിക്കുന്ന ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ മൂഢനാണ്, ഞാൻ ബുദ്ധിമാനാണ്, ഈ അനുഭവങ്ങളിലെല്ലാം വിശേഷ്യമായിരിക്കുന്ന സ്വരൂപ ജ്ഞാനം അത് സ്വസിദ്ധമായിരിക്കുന്നു. ആത്മാവിന്റെ നിർവികൽപകമായ സ്ഫുരണം അത് സ്വസിദ്ധമാണ്. അതിനാണ് നിർവികൽപകം എന്ന് പറയുന്നത്. ഇവിടെ നിർവികൽപകം എന്ന് പറയുന്നത് സമാധിയാണ്. ആത്മാവിന്റെ നിർവികൽപകമായ സ്ഫുരണം, കൽപ്പനാശൂന്യമായ സ്ഫുരണം, അത് സ്വതസിദ്ധമാണ്. ആ സ്ഫുരണത്തിലാണ് ഈ ഭ്രാന്തിയെല്ലാം അനുഭവപ്പെടുന്നത്. രജ്ജുവിന്റെ ഇതം അംശത്തിൽ അനേക ഭ്രാന്തികൾ വരുന്നത് പോലെ സ്വസ്വരൂപത്തിലാണ് ഈ നാനാഭ്രാന്തി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നാനാ അനുഭവങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രം ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. സ്വസിദ്ധമാണെന്നർത്ഥം. സിദ്ധത്വ, നിത്യസിദ്ധമായിരിക്കുന്നു ഇത്. അതെങ്ങനെ കൽപ്പിതമാകും? അകർത്തൃകർത്തൃ ശാസ്ത്രം കൃത അനുകാരിത്യ അപ്രമാണം. അകൃതകർത്തൃ ശാസ്ത്രം, ശാസ്ത്രം അജ്ഞാതജ്ഞാപകമാണ്. ശാസ്ത്രത്തിന്റെ ഉപയോഗം അവിടെ വരുന്നത് സ്വർഗകാമോ യജേത. വേദം പറയുന്നത് സ്വർഗത്തെ കാമിക്കുന്നവൻ യാഗം ചെയ്യണം. അതാണ് അകൃതകർത്തൃ എന്ന് പറയുന്നത്. അവിടെ സ്വർഗം അജ്ഞാതമാണ്, സ്വർഗത്തിന് സാധനമാണ് യാഗം എന്നുള്ള അജ്ഞാതമാണ്. അങ്ങനെ അജ്ഞാതമായ കാര്യങ്ങളെ ബോധിപ്പിക്കുന്നതാണ് ശാസ്ത്രം. അതിലാണ് ശാസ്ത്രം പ്രമാണമായിരിക്കുന്നത്. കൃത അനികാരിത്വേ, ശുദ്ധമായി ഒന്നിനെ ബോധിപ്പിക്കുകയാണെങ്കിൽ അത് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ ബോധിപ്പിക്കാനും വേദത്തിന്റെ ആവശ്യമില്ല. അതാണ് ശുദ്ധമായ ഒന്നിനെ ശാസ്ത്രം ബോധിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന ഈ വസ്തുവിനെ ബോധിപ്പിക്കാൻ വേദം തന്നെ അതിന്റെ ആവശ്യമില്ല. പിന്നെ വേദത്തിന്റെ ആവശ്യം എവിടെയാണ് വരുന്നത്? യാഗത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചൊക്കെ ബോധിപ്പിക്കാനാണ്. ഇവിടെ ഉപദേശം എന്താണ് ചെയ്യുന്നത്? ഇവിടെ എങ്ങനെ പ്രമാണമാകുന്നു? അജ്ഞാതജ്ഞാപകത്വേനല്ല, സിദ്ധമായ ഒന്നിനെ ബോധിപ്പിക്കുന്ന തരത്തിലുമല്ല. യഥോ അവിദ്യ അധ്യാരോപിത സുഖത്വാദി വിശേഷ പ്രതിബന്ധാദേവ ആത്മനഃ സ്വരൂപേണ അനവസ്ഥാനം സ്വരൂപ അവസ്ഥാനം ജസ്രേ.
അവിദ്യ കൊണ്ട് ആരോപിക്കപ്പെട്ടതാണ് ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്. അജ്ഞാനം കൊണ്ട് തന്നെ ആരോപിക്കുന്നതാണ്. എന്തിനെക്കുറിച്ചുള്ള അജ്ഞാനം? തന്റെ വാസ്തവ സ്വരൂപത്തെക്കുറിച്ചുള്ള. തന്റെ വാസ്തവ സ്വരൂപത്തെ എങ്ങനെ അറിയുന്നു? അത് സുഖിയല്ല, ദുഃഖിയല്ല, ഇങ്ങനെ അറിയണം. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? അവിടെ തന്നെ അനേക കൽപ്പനകൾ വന്നുപോയി. എന്തുകൊണ്ട്? അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട്. ആ കൽപ്പനകളിലൂടെയാണ് നമ്മൾ നമ്മുടെ സ്വരൂപത്തെ അറിയുന്നത്. എങ്ങനെ? ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്. കൽപ്പനകളിലൂടെ അറിയും. അവിദ്യ കൊണ്ട് സംഭവിച്ച കൽപ്പനകളിലൂടെ. ആ കൽപ്പനകൾ നിൽക്കുമ്പോൾ സുത്യാദി വിശേഷ പ്രതിബന്ധാദി, ഈ കൽപ്പനകൾ തന്നെ തന്റെ സ്വരൂപ പ്രകാശനത്തിന് തടസ്സമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? ആത്മന സ്വരൂപേണ അനുവസ്ഥാനം. തനിക്ക് സ്വന്തം സ്ഥിതിയിൽ നിൽക്കാൻ കഴിയുന്നില്ല. ഈ കൽപ്പനകളിൽ നിന്ന് വേർപെട്ട് ഈ കൽപ്പനകളോടുള്ള ആ താതാത്മ്യത്തെ വേർപെടുത്തിയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണെന്നുള്ള ഈ തന്റെ തന്നെ കൽപ്പനകളോട് താൻ താതാത്മ്യപ്പെട്ടേ നിൽക്കാൻ കഴിയുന്നു. സ്വരൂപേണ അനവസ്ഥാനം, ഇതാണ് സംസാരം. സ്വസ്വരൂപത്തിൽ നിൽക്കാൻ കഴിയാതിരിക്കുക, അതാണ്. ഈ കൽപ്പനകളോട് താതാത്മ്യപ്പെട്ടു പോവുക, തന്റെ തന്നെ ഭ്രാന്തികളോട് താൻ താതാത്മ്യപ്പെടുക, അതാണ് താനെന്ന് കരുതുക. ഇതിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് എന്താണ്? ശ്രേയസ്, മോക്ഷം എന്നൊക്കെ പറയുന്നത് എന്താണോ? സ്വരൂപ അവസ്ഥാനം ച ശ്രേയ. സ്വരൂപേണ അനവസ്ഥാനം, ഇത് സംസാരം. സ്വരൂപസ്ഥിതി, സ്വരൂപ അവസ്ഥാനം ച ശ്രേയ, അതാണ് മോക്ഷം എന്ന് പറയുന്നത്. ഈ കൽപ്പനകളോട് താതാത്മ്യപ്പെടാതിരിക്കുന്നത്, തന്റെ പരമാർത്ഥ സ്ഥിതിയെ ബോധിച്ച് നിലനിൽക്കുന്നത്, അതാണ് സ്വരൂപാവസ്ഥാനം. അതിനാണ് ഇവിടെ മോക്ഷം എന്ന് പറയുന്നത്. തുരീയാധികമം, തുരീയപ്രാപ്തി എന്നെല്ലാം പറയുന്നതാണ്. നിരന്തരമായി തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ താതാത്മ്യം, തന്റെ കൽപ്പനകളോട്, തന്റെ ഭാവനകളോട്, തന്റെ മാനസിക സങ്കല്പങ്ങളോടുള്ള ആ താതാത്മ്യം, ഇതെല്ലാം ഞാനാണ്, ഇതെല്ലാം എന്റേതാണെന്ന് വരുന്ന ആ താതാത്മ്യം, അതിസൂക്ഷ്മമായി സംഭവിക്കുന്ന, എന്നാൽ അതേസമയം വളരെ തുച്ഛമായിരിക്കുന്ന ഈ താതാത്മ്യം, ഈ താതാത്മ്യത്തെ വിട്ടുകഴിഞ്ഞാൽ അവന് സ്വരൂപസ്ഥിതി സംഭവിക്കുന്നു. അതാണ് ഇവിടെ മോക്ഷം എന്ന് പറയുന്നത്. അപ്പോ ശാസ്ത്രം അതാണ് ബോധിപ്പിക്കുന്നത്. എന്താണോ? ഇതിനോടുള്ള നിന്റെ ആ താതാത്മ്യത്തെ വിടുക. ഞാൻ സുഖി എന്നുള്ള ഈ അനുഭവം, ഇത് തന്നിൽ തന്നെ ആരോപിച്ചിരിക്കുന്നതാണ്, താൻ തന്നെ കൽപ്പിക്കുന്നതാണ്. താൻ സുഖിയാണെന്നുള്ള കൽപ്പന പോലെ തന്നെ കൽപ്പനയാണ് താൻ ദുഃഖിയാണെന്നുള്ള കൽപ്പന. താൻ സുഖി, താൻ ദുഃഖി എന്നുള്ള ആ കൽപ്പനയിൽ സുഖം, ദുഃഖം ഇതിനെ രണ്ടിനെയും വിട്ടുകഴിഞ്ഞാൽ ശേഷിക്കുന്ന താൻ, അതാണ് ഈ കൽപ്പനയ്ക്ക് ആധാരമായിരിക്കുന്നത്. അതാണ് തന്റെ പരമാർത്ഥ സ്വരൂപം എന്ന് ബോധിക്കുക. അങ്ങനെ ബോധിച്ചുകൊണ്ട് ഈ കൽപ്പനയിൽ നിന്ന് സ്വതന്ത്രനാകുക, അതാണ് സ്വരൂപേണ അവസ്ഥാനം എന്ന് പറയുന്നത്. ആ കൽപ്പനകളോട് താതാത്മ്യപ്പെടാതിരിക്കുക. മനസ്സിന്റെ സ്വഭാവമാണ് നിരന്തരം സമുദ്രത്തിലെ അലകളെ പോലെ കൽപ്പനകളെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിദ്യ എന്നുള്ള വായു വീശുന്നതുകൊണ്ടാണ്. അവിദ്യയാണ് ഇതിന് കാരണമായിരിക്കുന്നത്. മനസ്സിൽ നിരന്തരം കൽപ്പനകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ കൽപ്പനയാണ് മുമ്പ് പറഞ്ഞത് സുഖിയഹം ദുഃഖി എന്നല്ല. ഈ നിരന്തരമായി ഈ കൽപ്പനകൾ സംഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ അതെന്താണ്? ചിത്തതരംഗങ്ങൾ എന്ന് പറയും, സമുദ്രത്തിലെ തരംഗങ്ങളെപ്പോലെ. ആ ചിത്തതരംഗങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ ഒരുവൻ അവിടെ തന്നെയുള്ള വിവേകം കൊണ്ട്, ഈ വിവേകം എന്ന് പറയുന്നത് ഈ ചിത്തത്തിലെ ഒരു തരംഗമാണ്,
ആ വിവേകം കൊണ്ട് സ്വയം ബോധിക്കുക എന്താണ്, ഇതൊന്നും തന്നിൽ പരമാർത്ഥത്തിലില്ല, തന്റെ സ്വരൂപസ്ഥിതിയിൽ ഇതിനൊന്നും നിലനിൽപ്പില്ല എന്ന് സ്വയം ബോധിക്കും. ബോധിച്ചതിൽ നിന്ന് സ്വതന്ത്രനാകുക, അതാണ് സ്വരൂപാവസ്ഥാനം, സ്ഥിതി, നിലനിൽപ്പ്, സ്വരൂപ അവസ്ഥാനം. അതാണ് ശ്രേയസ്. അവസ്ഥാനം എന്ന് വെച്ചാൽ നിലനിൽപ്പ്, സ്ഥിതി. അനവസ്ഥാനം എന്ന് വെച്ചാൽ അങ്ങനെ നിൽക്കാതിരിക്കുക. സംസാരം എന്ന് പറയുന്നത് അങ്ങനെ നിൽക്കാൻ കഴിയാതിരിക്കുകയാണ്, ഇതിനോട് താതാത്മ്യപ്പെട്ടു പോകുക. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു തടസ്സമേ ഉള്ളൂ. ഒന്ന്, തന്റെ തന്നെ ഈ വികാര വിചാരങ്ങളോട് താൻ താതാത്മ്യപ്പെടുക. താതാത്മ്യം എന്ന് പറയുന്നത് എന്താണ്? ഞാനതാണ്, അല്ലെങ്കിൽ ഇവയെല്ലാം എന്റേതാണെന്ന് കരുതുന്നതാണ് താതാത്മ്യം എന്ന് പറയുന്നത്. ഞാനിവയെല്ലാം ഇത് എന്റേതല്ല എന്ന് ബോധിക്കുന്നതാണ് ആ താതാത്മ്യത്തിന്റെ അവസാനം. അതാണ് സ്വരൂപാവസ്ഥാനം എന്ന് പറയുന്നത്. ഇത് ആത്യന്തികമായി പറഞ്ഞിട്ടുണ്ടെന്നാണ്, ഇതൊരു ബോധ്യപ്പെടലാണ്, ആന്തരികമായ ബോധ്യപ്പെടൽ, ആന്തരികമായ ഒരു തിരിച്ചറിവ്. മനസ്സുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒന്ന് സങ്കല്പിക്കുന്ന പോലെയല്ല. മനസ്സുകൊണ്ട് നമ്മളൊന്ന് സങ്കല്പിച്ചാൽ ആ സങ്കല്പം ക്ഷീണിക്കും, ദുർബലമാകും. അത് ഭാവപരിണാമങ്ങളെല്ലാം അതിന് സംഭവിക്കും. സങ്കല്പത്തിന് ഉത്പത്തി, സ്ഥിതി, വളർച്ച, പരിണാമം, ക്ഷയം, നാശം എല്ലാം സംഭവിക്കും. അപ്പോൾ സങ്കല്പരൂപത്തിലല്ല, ആ സങ്കല്പത്തിനുപരിയായി വരുന്ന ആന്തരികമായ ഒരു നിശ്ചയം, ബോധ്യപ്പെടൽ, അതിനാണ് അനുഭവം എന്ന് പറയുന്നത്. ആ അനുഭവപ്പെടലിൽ ഇതിൽ നിന്നുള്ള ആ താതാത്മ്യങ്ങൾ നശിച്ചു പോകും. ഇതിനോടുള്ള സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത്, സ്വരൂപാവസ്ഥാനം എന്ന് പറഞ്ഞാൽ നേരത്തെ സ്വരൂപസ്ഥിതി എന്ന് പറയും. അതിനാണ് ഇവിടെ മോക്ഷം എന്ന് പറയുന്നത്. അതാണ് ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഗുരുപദേശത്തിന്റെ ഫലം, അതാണ് പ്രയോജനം, അതാണ്. അത് വിശദീകരിക്കുന്നു. സുഖത്വാദി നിവർത്തകം ശാസ്ത്രം ആത്മനി ആ സുഖത്വാദി പ്രത്യേകർണേന നേതി നേതി അസ്ഥൂലാദി വാക്യേഹി ആത്മസ്വരൂപവത് ആ സുഖിത്വാദ്യപി സുഖത്വാദി ഭേദേഷു നാനുവൃത്തോസ്തി ധർമ്മ ഇതി സ്വരൂപാവസ്ഥാനം ശ്രേയ ഇതി സുഖത്വാദി നിവർത്തകം ശാസ്ത്രം. ശ്രേയസ് എന്ന് പറയുന്ന അതാണ്, സ്വരൂപസ്ഥിതിയാണ്. അതിനെ തന്നെ ആത്മനിഷ്ഠ എന്ന് പറയുന്നു. ആത്മനിഷ്ഠ എന്ന് പറയുമ്പോൾ എന്താണ്? സാധാരണ മനസ്സ് ഈ സങ്കല്പങ്ങളിൽ നിഷ്ഠമാണ്, താൻ ഇതിലൊക്കെ നിഷ്ഠമാണ്. സുഖം, സുഖി, ദുഃഖി, ഇത്തരം അനുഭവങ്ങളിലാണ് തന്റെ നിഷ്ഠ. അതിൽ നിന്ന് വിട്ട് സ്വസ്വരൂപത്തിൽ നിഷ്ഠയുണ്ടാകുക. അവിടെ എന്ത് പറയുന്നു? സുഖത്വാദി നിവർത്തകം ശാസ്ത്രം. ശാസ്ത്രം എന്ത് ചെയ്യുന്നു? ഈ സുഖത്വാദി അനുഭവങ്ങളെ ഇല്ലാതാക്കുന്നു. ഗുരു ഉപദേശം അത് ബോധിപ്പിക്കുന്നു. എന്താണ്? നീ സുഖിയല്ല, നിന്നിൽ സുഖമില്ല. ശാസ്ത്രം ആത്മനി ആ സുഖിത്വാദി പ്രത്യേകർണേന, തന്നിൽ ആ സുഖിത്വം തുടങ്ങിയ ബോധത്തെ ഉണ്ടാകുന്നു. അതാണ് ഒരാൾ സാധാരണ നമ്മൾ പറയും, എന്താണ് ഇതിന്റെയൊക്കെ പ്രയോജനം എന്ന് പറയുന്നത്? എന്താണ്? സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക, അതിനു വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ ആധ്യാത്മിക ശാസ്ത്രവും മറ്റ് മനഃശാസ്ത്രം പോലെയുള്ള ശാസ്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അവിടെ എന്താണ് ചെയ്യുന്നത്? മനുഷ്യനെ സന്തോഷമായിരിക്കാനും സുഖമായിരിക്കാനും സ്വസ്ഥമായിരിക്കാനും ഒക്കെ പഠിപ്പിക്കുകയാണ്. മനസ്സിന് ടെൻഷനും ഒന്നുമില്ലാതിരിക്കും, സംഘർഷങ്ങളൊന്നുമില്ലാതിരിക്കാനാണ്. ഇവിടെ അതല്ല. സ്വസ്ഥമായിരിക്കുക, സുഖമായിരിക്കുക എന്ന് പറയുമ്പോൾ എന്റെ ബോധം എന്തായിരിക്കും? ഞാൻ സുഖിയാണ്, ഞാൻ സ്വസ്ഥനാണ്. അത് ഞാൻ ദുഃഖിയാണ്, ഞാൻ അസ്വസ്ഥനാണെന്നുള്ള ആ അനുഭവം ഇതും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല.
രണ്ടും സമമാണ്. ഇവിടെ നമ്മളെ മനഃശാസ്ത്രമല്ല പഠിപ്പിക്കുന്നു. ആത്മബോധം എന്റെ മനഃശാസ്ത്രം എന്ന് പറയും. മനഃശാസ്ത്രത്തിൽ അതാണ് ആവശ്യം. എന്താണ് അങ്ങനെ ഒരു ബോധം വേണം. ഞാൻ സ്വസ്ഥനാണ്, ഞാൻ ശാന്തനാണ്, ഞാൻ സുഖമുള്ളവനാണ്. ഇവിടെ അതിനെ നിവർത്തിപ്പിക്കാനാണ്. അഹം സുഖി, അതിനുള്ള ആദ്യം പറയും. ഞാൻ ദുഃഖിയാണ് എന്നുള്ള അനുഭവത്തിന് സമമാണ് ഞാൻ സുഖിയാണെന്നുള്ള അനുഭവം. രണ്ടിനെയും നിവർത്തിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ഒരാൾ സുഖമായിരിക്കുന്നതിന് വേണ്ടിയുള്ള അഭ്യാസങ്ങളൊന്നുമല്ല ചെയ്യുന്നു. തന്റെ മനസ്സിൽ സുഖാനുഭവത്തെ നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ ഞാൻ സുഖിമാനാണ് എന്നുള്ള ഒരു അനുഭവത്തെ നിലനിർത്തുന്നതിനോ അവിടെയെല്ലാം എന്ത് വരുന്നു? അങ്ങനെയെല്ലാം നിലനിർത്തുമ്പോൾ ഞാൻ സുഖമാണ്, ഞാൻ സുഖിമാനാണ്, അല്ലെങ്കിൽ ഞാൻ സന്തോഷവാനാണ്, ഞാൻ ശാന്തനാണ്, ഞാൻ സ്വസ്ഥനാണ്. ഇവിടെയെല്ലാം സംഭവിക്കുന്നത് ആത്മതാതാത്മ്യമാണ്. ഇതെല്ലാം മനോവൃത്തികളാണ്. സുഖം, ശാന്തി, സ്വസ്ഥത എല്ലാം മനോവൃത്തികളാണ്. ഈ മനോവൃത്തികളോട് തന്നെ താതാത്മ്യപ്പെടുത്തുക എന്ന് പറഞ്ഞത് ഞാൻ ദുഃഖിയാണ്, ഞാൻ നിരാശനാണ്, ഞാൻ അസ്വസ്ഥനാണ്, ഞാൻ അശാന്തനാണ് എന്ന് പറയുന്ന ഈ വൃത്തികളോട് താതാത്മ്യപ്പെടുത്തുന്നത് പോലെ തന്നെ രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഇവിടെ ആത്മബോധത്തിൽ ഇത് രണ്ടും ഇല്ല. അപ്പോ എനിക്ക് ദുഃഖത്തിന് കീഴ്പ്പെടാതെ സന്തുഷ്ടനായി ഇരിക്കാൻ കഴിയുമെങ്കിൽ അതിവിടെ ഒരു നേട്ടമല്ല. അതുകൊണ്ട് വിശേഷിച്ചൊന്നും സംഭവിക്കുന്നില്ല. എനിക്കെന്റെ മനസ്സിന്റെ ശക്തി കൊണ്ട് എനിക്ക് ദുഃഖത്തെ ഒഴിവാക്കാൻ കഴിയും. മറിച്ച് ഞാനെന്ത് ചെയ്യുന്നു? സുഖത്തിൽ ആശ്രയം ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ടിവിടെ വിശേഷമൊന്നുമില്ല. ഞാൻ സുഖിയായിരുന്നാലും ഞാൻ ദുഃഖിയായിരുന്നാലും ഇവിടെ ഒന്നാണ്. എന്തുകൊണ്ട്? ഇവിടെ വിഷയം ഇതിനോട് തനിക്ക് താതാത്മ്യം സംഭവിക്കുന്നോ ഇല്ലേ എന്നുള്ളതാണ്. അല്ല താൻ സുഖിയാണോ ദുഃഖിയാണോ എന്നുള്ളതല്ല. അതുകൊണ്ടാണ് ഇതിനെ രണ്ടിനും ഒരുപോലെ പറയുന്നത്. രണ്ടിടത്തും എന്ത് പറയുന്നു? ശാസ്ത്രം എന്തായിരുന്നത്? ആത്മനി അസുഖിത്വാദി. താൻ സുഖം, ദുഃഖം, ശാന്തി, അശാന്തി, സ്വസ്ഥത, അസ്വസ്ഥത, ഇതിനൊക്കെ അപ്പുറമാണ് തന്റെ യഥാർത്ഥ സ്വരൂപം. ഇത്തരം മനോവൃത്തികളോട് ഒന്നിനോടും താതാത്മ്യപ്പെടാതിരിക്കുക, ഇതൊന്നും തന്നിലില്ല എന്ന് ബോധിക്കുക. അതാണ്. അപ്പോൾ നിങ്ങൾ സന്തുഷ്ടനായിരിക്കുന്നുവോ അതോ നിങ്ങൾ ദുഃഖിതനായിരിക്കുമോ എന്നുള്ളതിനിവിടെ വിശേഷതയൊന്നുമില്ല. അതിനെല്ലാം ഉപരിയായി നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ വിഷയം. അതിനാണ് ഇവിടെ അസുഖം എന്ന് പറയുന്നത്. ദുഃഖം എന്നല്ല പറയുന്നത്. സുഖം വേറെ, അതിന് നേരെ വിപരീതമായി വരുന്നതാണ് ദുഃഖം. ഇതിന് രണ്ടിനും അതീതമായി വരുന്നതാണ് അസുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സുഖമല്ല, ദുഃഖമല്ല. സുഖദുഃഖങ്ങൾക്ക് അതീതമായിരിക്കുന്ന അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? സ്വരൂപ അവസ്ഥാനം. അതുകൊണ്ട് ഇവിടെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പ്രത്യേകം പറയും, മോക്ഷം എന്ന് പറഞ്ഞാൽ വലിയൊരു സുഖത്തിലിരിക്കുകയാണെന്നൊന്നും ധരിക്കരുത്. അവിടെ വലിയ സുഖം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ അസുഖം എന്നുള്ള അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ സുഖം ദുഃഖം ഇതിന് രണ്ടിനും അതീതമായിരിക്കുന്നു. ആത്മസ്വരൂപം അവിടെ സുഖമില്ല ദുഃഖമില്ല, രണ്ടിനും അതീതമാണ്. അപ്പോ ആത്മനിഷ്ഠനെ സംബന്ധിച്ചിടത്തോളം ബലം പ്രയോഗിച്ച് സുഖത്തിനും സന്തോഷത്തിനും ഇരിക്കേണ്ട ആവശ്യമില്ല, ബലം പ്രയോഗിച്ച് ദുഃഖത്തെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എന്താണ്? ചിരിച്ചുകൊണ്ടിരുന്നാലും കരഞ്ഞുകൊണ്ടിരുന്നാലും സമം തന്നെ എന്നർത്ഥം. ഞാൻ ചിരിക്കാതിരിക്കുന്നത് എന്റെ ഒരു നേട്ടമല്ല, അതുപോലെ തന്നെ കരയാതിരിക്കുന്നത് എന്റെ ഒരു നേട്ടമല്ല. അതിനൊന്നുകൂടെ ബാഹ്യമായ വികാരങ്ങൾക്ക് ആത്മജ്ഞാനനിഷ്ഠയിൽ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ആത്മജ്ഞാനിയെ തിരിച്ചറിയാൻ പോകുന്നതും അപകടമാണ്. എന്താണ്? ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു, കരയുന്നില്ല, അതാണ് അതിന്റെ അടയാളം എന്ന് ധരിക്കാൻ പാടില്ല.
ചിരിക്കുകയോ കരയുകയോ ചെയ്യുന്നുള്ളതല്ല, അതിനോട് അയാൾ ആന്തരികമായ താതാത്മ്യം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ മുഖ്യം. അതുകൊണ്ട് നമ്മളിപ്പോ ബലം പ്രയോഗിച്ച് നമ്മൾ കരയാതിരിക്കാൻ ശ്രമിച്ചാൽ, ചിരിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതും ഒരു മാനസികമായ സംഘർഷത്തിന് കാരണമാകത്തേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾക്ക് യത്നം ആവശ്യമായി വരും. ചിരിച്ചുകൊണ്ടേയിരിക്കാൻ, ദുഃഖത്തിന് കീഴ്പ്പെടാതിരിക്കുന്നതിന് വേണ്ടി യത്നിക്കേണ്ടി വരും. ഇതെന്താണ്? സ്വതസിദ്ധമായ അനായാസസ്ഥിതിയാണ്. അവിടെ ഒന്നിനും ആയാസമില്ല. ചിരിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള ആയാസമോ, ദുഃഖിക്കാതിരിക്കുന്നതിനുള്ള ആയാസമോ, ദുഃഖിക്കുന്നതിനുള്ള ആയാസമോ, ഇത് യാതൊന്നുമില്ലാത്ത സ്വരൂപാവസ്ഥാനം. ഇതാണ് ആത്മനിഷ്ഠയെക്കുറിച്ചുകൂടെ പറയുന്നത്. കേട്ടില്ല. അവിടെ എത്തിയില്ല. അസുഖിത്വാദി വരെ എത്തിയുള്ളൂ. അങ്ങോട്ട് ഞാൻ വായിച്ചല്ല. ശാസ്ത്രം എന്ത് ചെയ്യുന്നു? ആത്മനി അസുഖിത്വാദി പ്രത്യേകരണം. അസുഖിത്വം അതിനെ കുറിച്ചാണ് പറയുന്നത്. അസുഖിത്വം എന്ന് പറയുമ്പോൾ എന്താണ്? സുഖം ദുഃഖം ഇതിന് രണ്ടിനും ഉപരിയായ ഒന്നാണ്. നേതി അതാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക ബലം അതല്ല ഇവിടെ പറയുന്നത്. മറിച്ച് എന്താണ്? അതൊരു വിവേകത്തെ ഉണ്ടാക്കുകയാണ്. പ്രത്യേകം എന്ന് വെച്ചാൽ ജ്ഞാനം, പ്രത്യേകരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ജ്ഞാനത്തെ ഉണ്ടാക്കുക. പ്രത്യേകം എന്ന് വെച്ചാൽ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. പ്രത്യേകരണം എന്ന് വെച്ചാൽ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. അപ്പോൾ എങ്ങനെയുള്ള ജ്ഞാനം? അസുഖിത്വം. അസുഖിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സുഖിയല്ല, താൻ സുഖിയല്ല, താൻ ദുഃഖിയുമല്ല. ഇതാണ് അസുഖിത്വം എന്ന് പറയുന്നത്. തന്നിൽ സുഖത്തെയും നിഷേധിക്കുന്നു, തന്നിൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള ഭാവത്തെയും നിഷേധിക്കുന്നു. എന്താണ്? അത് തന്റെ സ്വരൂപമാണ്. സുഖദുഃഖാദികൾക്ക് അദ്വൈതമാണ് തന്റെ സ്വരൂപം. ആ സ്വരൂപസ്ഥിതനായിരിക്കുന്ന ഒരുവൻ എന്റെ അനുഭവം എന്താണ്? അനായാസതയാണ്. ബാക്കി നമ്മൾ ഏതെങ്കിലും ഒന്നിൽ നമ്മുടെ മനസ്സിനെ നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, സുഖത്തിലായിക്കൊള്ളട്ടെ ശാന്തിയിലായിക്കൊള്ളട്ടെ, അവിടെയെല്ലാം അതിന് പ്രത്യേക യത്നത്തിന്റെ ആവശ്യമില്ല, ഒരു പരിശ്രമത്തിന്റെ ആവശ്യമില്ല. പരിശ്രമം എന്ന് പറയുമ്പോൾ കർമ്മമാണ്. കർമ്മം ഒരിക്കലും സ്ഥായിയല്ല. കർമ്മം ക്ഷീണിച്ചു പോകുമ്പോൾ എന്തുവരും? നമ്മുടെ പരിശ്രമം ക്ഷീണിക്കുമ്പോൾ എന്തിനാണോ നമ്മൾ ഒഴിവാക്കിയത് അത് കടന്നു വരും. താൻ സന്തോഷത്തിൽ ഇരിക്കാൻ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ, ആ പരിശ്രമം എപ്പോഴാണോ നിലയ്ക്കുന്നത്, അപ്പോൾ എന്താണോ അവിടെ കടന്നു വരേണ്ടത്? ദുഃഖമാണെങ്കിൽ അത് വരും, നിരാശയാണെങ്കിൽ വരും, അശാന്തിയാണെങ്കിൽ വരും, അസ്വസ്ഥതകൾ വരും, അതെല്ലാം കടന്നു വരും. അപ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിശ്രമം കൂടാതെ തന്നെ അസുഖത്വം എന്ന് പറയുന്ന തന്റെ സ്വരൂപഭാവം, അതിനാണ് സഹജഭാവം എന്ന് പറയുന്നത്. ഇതിനാണ് സഹജ സമാധി എന്ന് പറയുന്നത്. അതേതെങ്കിലും ഒരു പ്രത്യേക സമാധി പരിശീലിച്ച്, നിർവികൽപ്പ സമാധിയോ നിർബീജ സമാധിയോ ഒന്നും പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കുന്നതാണ്. ആ പരിശ്രമത്തിന്റെ ഫലമായി വരുന്നതാണ്. സഹജമായ ഭാവത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമാധി പരിശീലിക്കാം, സമാധിയൊന്നും പരിശീലിക്കാതെ ഇരിക്കും. രണ്ടായതിനോടെ വ്യത്യാസമില്ല. സഹജഭാവത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അവിടെ പരിശ്രമമില്ല. നിങ്ങൾ ശ്രവണം ചെയ്യുന്നു, അവിടെ പരിശ്രമം ആവശ്യമാണ്. മനനം ചെയ്യുന്നു, പരിശ്രമം ആവശ്യമാണ്. ധ്യാനിക്കുന്നു, അവിടെ പരിശ്രമം ആവശ്യമാണ്. അവിടെയെല്ലാം എന്താണ്? ചിലതിനെ ആർജിക്കാനും ചിലതിനെ ഒഴിവാക്കുന്നതിനുള്ള നിരന്തരമായ ശ്രമം അവിടെ നടന്നുകൊണ്ടേയിരിക്കും. ഇവിടെ അതല്ല, വിവേകം കൊണ്ടുവരുന്ന അനായാസതയാണ്. ആണ് അസുഖത്വാദി പ്രത്യേകരണേന നേതി നേതി അസ്ഥൂലം അസ്ഥൂലാദിവാക്യൈഹി അസ്ഥൂലം അനണു തുടങ്ങിയ വാക്യങ്ങളെ കൊണ്ട് ഇവിടെ പറയും. ഇതിന്റെ വിശദീകരണങ്ങളിൽ പറയും. എന്താണ് നമ്മൾ ധരിക്കുന്ന? എന്താണ്? ആനന്ദം ആത്മസ്വരൂപമാണ്, സുഖം ആത്മസ്വരൂപമാണ്. ആനന്ദവും സുഖവും ആത്മസ്വരൂപമാണെങ്കിൽ
അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്താണ്? ദുഃഖവും ആത്മസ്വരൂപം തന്നെ. ദുഃഖത്തിൽ നിന്ന് വ്യത്യസ്തമായി സുഖത്തിനൊരു ആത്മസ്വരൂപമില്ല. സുഖം എങ്ങനെയാണോ ആത്മസ്വരൂപമായിരിക്കുന്നത്, ദുഃഖവും ആത്മസ്വരൂപം തന്നെ. സുഖത്തെ നിങ്ങൾ ആത്മസ്വരൂപമായി കാണുകയാണെങ്കിൽ ദുഃഖത്തെ ആത്മസ്വരൂപമായി തന്നെ കാണണം. അപ്പോൾ സുഖത്തിൽ നിന്നോ ദുഃഖത്തിൽ നിന്നോ ഉള്ള ഒരു താത്കാലികമായ രക്ഷപ്പെടലല്ല ഇത്. അതുകൊണ്ടാണ് എന്നെ പറഞ്ഞെന്താണ്? അസുഖിത്വാദി, എന്റെ സ്വരൂപം ഇതിനതീതമാണ്. ആ ഒരു ബോധം, ആ ബോധം കൊണ്ടെന്ത് ചെയ്യുന്നു? നേതി നേതി എന്ന് പറഞ്ഞ് സുഖദുഃഖങ്ങളെ സർവത്തെയും നിരാകരിക്കുന്നു. സഹജമായ സ്ഥിതിയിൽ, സ്വരൂപസ്ഥിതിയിൽ ഇതിനെല്ലാം തുല്യസ്ഥാനമാണ്. ഒരുവന് സർവത്തെയും ആത്മഭാവത്തിൽ കാണാൻ കഴിയുമെങ്കിൽ അയാൾക്ക് സുഖത്തെ മാത്രമല്ല ദുഃഖത്തെയും ആത്മഭാവത്തിൽ തന്നെ കാണാം. സുഖം മാത്രം അങ്ങനെ ആത്മഭാവമാകും, ദുഃഖവും ആത്മഭാവത്തിൽ തന്നെ കാണുന്നു. അപ്പോൾ ആത്മനിഷ്ഠനായ ഒരുവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ബാഹ്യമായി അയാൾ സുഖിയായിരിക്കുന്നു, ദുഃഖിയായിരിക്കുന്നു, അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല, യാതൊരു പ്രാധാന്യവും. അതൊക്കെ നമ്മുടെ കൽപ്പനകളാണ്, നമ്മുടെ പ്രതീക്ഷകളാണ്, നമ്മുടെ സങ്കല്പങ്ങളാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കണം. ശാസ്ത്രം പരമാർത്ഥത്തിൽ അങ്ങനെയല്ല ബോധിപ്പിക്കുന്നു. ആത്മസ്വരൂപ ഇവിടെ എന്ത് ചെയ്യുന്നു? ആത്മസ്വരൂപം അത് സദാ അനുവർത്തിക്കുന്നു. അതാണ് ഒരു പ്രധാന കാര്യമാണ് പറയുന്നത്. ആത്മസ്വരൂപം ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ് തുടങ്ങിയ അനുഭവങ്ങളെല്ലാം ആത്മസ്വരൂപം നിലനിൽക്കുന്നു. പക്ഷെ അതുപോലെ ആ സുഖിത്വാദ്യപി സുഖിത്വാദിഭേദേഷു ന അനുവർത്തോ അസ്തി. പക്ഷെ ആത്മസ്വരൂപം അനുവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന്റെ വാസ്തവ സ്വരൂപം ഇവിടെ അനുവർത്തിക്കുന്നില്ല. അവർ ചെറിയ പോരായ്മയേ ഉള്ളൂ. ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ് എന്ന് അനുഭവിക്കുമ്പോൾ എനിക്ക് ആത്മാവിനെ വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല. അവിടെ ഞാൻ ആത്മനിഷ്ഠനായി തന്നെ ഇരിക്കുകയാണ്. സർവരും ആത്മനിഷ്ഠന്മാരായി തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ഒരു ചെറിയ ന്യൂനത എന്താണ്? അവിടെ ആത്മാവിൻ പറഞ്ഞല്ലോ, ആത്മാവ് സർവത്ര അനുസ്യൂതമാണ്. എന്നാൽ ആ അസുഖിത്വം, സുഖദുഃഖങ്ങൾക്ക് അതീതമായിരിക്കുന്ന ആ ഭാവം അത് അനുവർത്തിക്കുന്നില്ല. ആത്മനിഷ്ഠനും അജ്ഞനും തമ്മിലുള്ള വ്യത്യാസമാണ്. അജ്ഞന്റെ അനുഭവത്തിലും ആത്മാനുഭവമുണ്ട്, ജ്ഞാനിയുടെ അനുഭവത്തിലും ആത്മാനുഭവമുണ്ട്. ആത്മാവിന്റെ അനുസന്ധാനം രണ്ടിടത്തും ഉണ്ട്, പക്ഷെ ചെറിയൊരു വ്യത്യാസത്തോടുകൂടി. ഇവിടെ ഈ ശാസ്ത്രം ബോധിപ്പിക്കുന്ന അസുഖത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖദുഃഖ അതീതമായ ആത്മാനുസന്ധാനം അത് അജ്ഞന് സംഭവിക്കുന്നില്ല. അവന്റെ ആത്മാനുസന്ധാനത്തിൽ സുഖവും ദുഃഖവും എല്ലാം കടന്നു വരുന്നു. കുറച്ച് സമയം സുഖിയായിരുന്നാൽ അല്പസമയം ദുഃഖിയായും ഇരിക്കേണ്ടി വരുന്നു. മറിച്ച് അസുഖത്വം എന്ന് പറയുന്നത് അത് കടന്നു വരുന്നില്ല. ന അനുവൃത്തോ അസ്ഥി ധർമ്മ, അങ്ങനെ ഒന്ന അനുഭവത്തിൽ വരുന്നില്ല. അതുകൊണ്ടാണ് അവൻ അജ്ഞനെന്ന് പറയുന്നത്. അല്ല, ആത്മാനുഭവം ഇല്ലാത്തതുകൊണ്ടല്ല. എല്ലാ ഭ്രമത്തിലും അതിന്റെ അധിഷ്ഠാനത്തിന്റെ അല്ലെങ്കിൽ ആധാരത്തിന്റെ അനുഭവമുണ്ട്. അതുപോലെ ഒരു ജീവന്റെ എല്ലാ അനുഭവങ്ങളിലും ആത്മാനുഭവമുണ്ട്. ആത്മാനുഭവത്തെ വിട്ടിട്ടൊരനുഭവമില്ല. എന്തുകൊണ്ടാണ്? ആധാരം, അധിഷ്ഠാനം അത് പ്രകാശിച്ചേ മതിയാവും. അതിന്റെ നിർവികൽപകമായ സ്ഫുരണം അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സദാ. ആ സ്ഫുരണത്തിലാണ് ബാക്കിയുള്ള എല്ലാ അനുഭവങ്ങളും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അദ്വൈതം കല്പിതമല്ല, ഭാവനയല്ല എന്ന് പറയുന്നത്. എല്ലാ അനുഭവങ്ങളും ഏതൊരനുഭവത്തിൽ നിലനിൽക്കുന്നുവോ അത് പറയും. അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബാധാവധി, ഈ എല്ലാ അനുഭവങ്ങളും ബാധിക്കുന്ന അവധി, എല്ലാ അനുഭവങ്ങളുടെയും വിലയത്തിന് സാക്ഷിയായിരിക്കുന്നു എന്നെല്ലാം പറയും.
അത് സദാ നിലനിൽക്കുന്നതാണ്. ജ്ഞാനീനും അജ്ഞാനീനും എല്ലാം നിലനിൽക്കുന്നതാണ്. പക്ഷേ അതിന്റെ തന്നെ അസുഖത്വ ഭാവം, സുഖദുഃഖ അതീതമായ ഭാവം, ആ ഭാവത്തിൽ നിലനിൽക്കാൻ അജ്ഞന് കഴിയുന്നില്ല. ആ ഭാവത്തിൽ നിലനിൽക്കുന്നവനാണ് ജ്ഞാനി എന്ന് പറയുന്നത്. ജ്ഞാനി എന്ത് ചെയ്യുന്നു? സുഖത്തിനും ദുഃഖത്തിനും ധർമ്മത്തിനും അധർമ്മത്തിനും എല്ലാം അതീതനായി സദാ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു കൃത്രിമത്വത്തിലൂടെ ഏതെങ്കിലും തന്റെ ഒരു ഭാവത്തെ പ്രകടമാക്കുന്നതിനുള്ള ശ്രമം ഒന്നുമില്ല. അതാണ് സഹജഭാവം എന്ന് പറയുന്നത്. ഒരു ജ്ഞാനിയല്ലാത്ത ഒരുവൻ ജ്ഞാനിയായി ഭാവിക്കാൻ ശ്രമിച്ചാലോ അയാൾ എന്തെങ്കിലും ഒരു അഭ്യാസത്തിലൂടെ തന്നിൽ തന്നെ എന്തെങ്കിലും ഒരു കൃത്രിമത്വത്തെ പ്രകടമാക്കാൻ ശ്രമിക്കും. അപ്പോ ആ ഭാവങ്ങളൊന്നുമില്ലാതെ, അത്തരം നാട്യങ്ങളൊന്നുമില്ലാതെ സഹജമായ ഭാവത്തെ സ്ഥിതി ചെയ്യുക, അതാണ് ജ്ഞാനിയുടെ ലക്ഷണം എന്ന് പറയുന്നത്. യദി അനുവൃത്തസ്യ ന അധ്യാരോപ്യേത സുഖത്വാദിലക്ഷണോ വിശേഷ. അതാണ് വ്യത്യാസം. ആ അസുഖത്വഭാവം അനുവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നിൽ സുഖി ദുഃഖി ഇത്തരം ആരോപണങ്ങളൊന്നും അവിടെ സംഭവിക്കത്തില്ല. ഇതാണ് വ്യത്യാസം. ഒരജ്ഞനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അനുഭവം ഉണ്ടെന്താണോ? ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്. എന്നുവെച്ചാൽ അധ്യാരോപം അവിടെ നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ്? താൻ സുഖദുഃഖ അധീതനാണ് എന്നുള്ള ഭാവം അയാളില്ലാത്തതുകൊണ്ട്, സഹജഭാവം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ സഹജഭാവം ഇല്ലാത്ത ഒരുവനിൽ അധ്യാരോപങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. താൻ സുഖിയാണ്, ദുഃഖിയാണ്, ഇത്തരം ആരോപങ്ങൾ മാനസികമായി സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ താതാത്മ്യത്തിൽ നിന്നുള്ള ഒരു വിടുതൽ അയാളിൽ സ്വയം സംഭവിക്കുന്നില്ല. മറിച്ച് അയാൾ നേരത്തെ പറഞ്ഞല്ലോ, അസുഖിത്വാദി പ്രത്യയം, ആ വിവേകം അയാളുടെ ഉള്ളിൽ സ്ഫുരിക്കുകയാണെങ്കിൽ, ആന്തരികമായി അത് സംഭവിക്കുകയാണെങ്കിൽ പിന്നെ അയാളിൽ അധ്യാരോപമില്ല. എങ്ങനെ? ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്. അതുകൊണ്ട് അയാൾക്ക് സ്വയം അങ്ങനെ ഭാവിക്കുന്നതിനോ മറ്റാരെങ്കിലും ഒന്ന് ബോധിപ്പിക്കുന്നതിൻ്റെ ആവശ്യം വരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. സഹജമായ ഭാവത്തിൽ തന്നെ നിലനിൽക്കുന്നു. യദി അനനുവൃത്തസ്യ, അതനുവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്റെ അസുഖിത്വഭാവം അധ്യാരോപ്യേത സുഖിത്വാദി ലക്ഷണ വിശേഷ, പിന്നെ അയാളൊന്നും സുഖിത്വം ദുഃഖിത്വം ഇതൊന്നും തന്നിൽ ആരോപിക്കത്തില്ല. യഥാ ഉഷ്ണത്വ വിശേഷവതി അഗ്നോ ശീതത, അഗ്നിയുടെ സ്വഭാവമാണ് ഉഷ്ണം. അതിൽ പിന്നെ എങ്ങനെ ശീതത ആരോപിക്കാൻ പറ്റും? പറ്റത്തില്ല. അപ്പൊ തന്റെ സ്വരൂപമാണ് അസുഖിത്വം. അതാണെങ്കിൽ തന്നിൽ പിന്നെ എങ്ങനെ സുഖിത്വം ദുഃഖിത്വം ഒക്കെ ആരോപിക്കാൻ പറ്റും? ഒന്നും ആരോപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആത്മനിഷ്ഠനിൽ സുഖം ദുഃഖം ഇത്തരം ഭാവങ്ങളില്ലെന്നുള്ളതല്ല. അതുണ്ടാകാം, ഇല്ലാതെ ഇരിക്കാം. ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല, ഇല്ലായിരിക്കണമെന്ന് നിർബന്ധമില്ല. ആത്മനിഷ്ഠനിൽ ഇത്തരം ഭാവങ്ങൾ വരാം. പക്ഷേ അവിടെ എന്താണ്? അധ്യാരോപം സംഭവിക്കത്തില്ല. ആ സുഖദുഃഖാദികളോടുള്ള താതാത്മ്യം അവിടെ സംഭവിക്കുന്നില്ല. അധ്യാരോപം എന്ന് വെച്ചാൽ താതാത്മ്യം. താൻ സുഖിയാണ്, താൻ ദുഃഖിയാണ് എന്ന് സ്വരൂപത്തെ വിസ്മൃതിയോടുകൂടി, സ്വരൂപത്തെ വിസ്മരിച്ചുകൊണ്ട് തന്റെ വികാരങ്ങളോട് അയാൾ താതാത്മ്യപ്പെടുന്നില്ല. ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണെന്ന് അനുഭവിക്കുമ്പോൾ രണ്ടു കാര്യം സംഭവിക്കുന്നു. ഒന്നെന്താണ്? താൻ അതിനോട് താതാത്മ്യപ്പെടുന്നു. മറ്റൊന്ന് തന്റെ തന്നെ വാസ്തവ സ്വരൂപത്തിൽ തന്റെ അസുഖിത്വം തന്നെ വിസ്മരിക്കുന്നു. ഈ രണ്ടു കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നില്ല. ഏതുപോലെ? അഗ്നി സ്വതേ ഉഷ്ണമാണ്, അതിൽ ശീതതയെ ആരോപിക്കാത്തതുപോലെ. ആത്മാവ് സ്വതേ അസുഖിയാണ്, സ്വദുഃഖ അതീതനാണ്, അവിടെ സുഖദുഃഖങ്ങളെ ആരോപിക്കുന്നില്ല. ഇത്യേഷ പരമാർത്ഥത എന്ന് പറഞ്ഞതിന് ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. ആത്മാവിന്റെ പാരമാർത്ഥികമായ
തത്വം ഇതാണെങ്കിൽ ആത്മനിഷ്ഠന്റെ പാരമാർത്ഥികമായ അവസ്ഥ ഇതാണ്. അതാണ് അവിടെ ബോധിപ്പിക്കുന്നത്. ആ ഒരവസ്ഥയിലാണ് സുഖദുഃഖങ്ങൾക്ക് അതീതമായിരിക്കുന്ന ഈ നിലയിലാണ് പറയുന്നത് അവൻ സാധകനല്ല, മുമുക്ഷുവല്ല, മുക്തനല്ല എന്നെല്ലാം പറയുന്ന ഈ നിലയിലാണ്. അവിടെ യാതൊരു തരത്തിലുള്ള കൃത്രിമത്വങ്ങളുമില്ല. തികച്ചും സഹജമായ ആന്തരികമായ ആത്മനിഷ്ഠ, അതാണ് പരമാർത്ഥം എന്നിവിടെ ബോധിപ്പിക്കുകയാണ്. ആ പരമാർത്ഥ സ്ഥിതി ബാഹ്യമായി പുറമേ നിന്നുകൊണ്ട് ഒരാൾക്ക് അളന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒന്നല്ല, ഊഹിച്ച് മനസ്സിലാക്കാൻ പറ്റിയല്ല, പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെയൊന്നും അന്യന് വെളിപ്പെടുന്നതല്ല. സ്വസംവേദ്യം ഭാഷ്യകാരൻ തന്നെ പറയും. ജ്ഞാനനിഷ്ഠ, നിജസ്ഥിതി, സഹജാവസ്ഥ എന്നെല്ലാം അതിനെ പറയുന്നു. തസ്മാത് നിർവിശേഷ ഏവാത്മനി സുഖുത്യാദയോ വിരോധാഹ തർക്കിത. അതുകൊണ്ട് എന്താണ് ഇവിടെ സമർത്ഥിക്കുന്നത്? നിർവിശേഷമായിരിക്കുന്ന ആത്മാവിൽ സുഖി, ദുഃഖി തുടങ്ങിയ വിശേഷങ്ങൾ അവിടെ കല്പിതമാണ്. ആ കല്പിതത്തിന്റെ ഭാഗമായി വരുന്നതാണ് ബദ്ധനും സാധകനും മുമുക്ഷുവും മുക്തനുമല്ല. യസ്തു അസുഖത്വാദി ശാസ്ത്രം ആത്മനഃ സുഖത്വാദി വിശേഷ നിവൃത്തിയർത്ഥമേവേദി സിദ്ധം. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ പ്രയോജനം പറയുകയാണ്. ശാസ്ത്രം എന്ത് ചെയ്യുന്നു? ആത്മാവിലുള്ള ഈ സുഖത്വാദി വിശേഷ ധർമ്മങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് അസുഖത്വത്തെ ബോധിപ്പിക്കുന്നത് എന്നർത്ഥം. സിദ്ധം തു നിവർത്തകത്വ ഇത്യാഗമവിധാം സൂത്രം. പൂർവാചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട്. ഒരു സൂത്രം ഇങ്ങനെയുണ്ട്, സിദ്ധം തു നിവർത്തകത്വ എന്ന് പറയുന്നു. ഇവരെ പൂർവാചാര്യന്മാരാരോ എഴുതിയ ഒരു സൂത്രമാണ്. അതാരാണ് ആചാര്യൻ എന്നുള്ള കാര്യത്തിലൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. എന്നാലും അവിടെ പറയുന്നത് എന്താണ്? അദ്വൈതം സിദ്ധമാണ്. ശബ്ദത്തെ അതിനെ ബോധിപ്പിക്കുന്നതിനുള്ള ശേഷിയില്ല. എന്നാലും എന്ത് ചെയ്യുന്നു? അനാത്മ വസ്തുക്കളെ അല്ലെങ്കിൽ അനാത്മപ്രത്യയങ്ങളെ, അനാത്മാനുഭവങ്ങളെ നിഷേധിച്ചുകൊണ്ട് ശാസ്ത്രം അതിന് പ്രമാണമായി തീരുന്നു. ആ നിഷേധത്തിന്റെ അവധിയായി ശാസ്ത്രം അതിനെ ബോധിപ്പിക്കുന്നു. ബാധ അവധിയായി ബോധിപ്പിക്കുന്നു. ശാസ്ത്രം തന്നെ അതിനെ ബോധിപ്പിക്കുന്നു. വാസ്തവത്തിൽ അത് ശാസ്ത്രത്തിലൂടെ വെളിപ്പെടുന്ന ഒന്നല്ല. നിർവികൽപകമായ അതിന്റെ സ്ഫുരണം അത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ജീവനും. അതിനെ നിർവികൽപക സമാധിയിലോട്ട് പ്രാപിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട്? അത് സ്വയം നിർവികൽപകമാണ്. അതിന്റെ സ്ഫുരണം നിർവികൽപകമായി സദാ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇതിനിടയ്ക്ക് ഒന്ന് കടന്നു വന്നിട്ടുണ്ടെന്നാണ് അവിദ്യ. അതാണ് സർവനാശത്തിനും കാരണം. അതിനെ നിവർത്തിപ്പിക്കുന്നതിന് ശാസ്ത്രത്തിന് ശേഷിയുണ്ട്, ഉപദേശത്തിന് ശക്തിയുണ്ട്. അതാണ് നേതി നേതി എന്നിങ്ങനെ നിവർത്തിപ്പിക്കുന്നത്. ആ നിവർത്തിപ്പിക്കുക മാത്രമല്ല ശാസ്ത്രം ചെയ്യുന്നത്, ആ നിവൃത്തിയുടെ അധിഷ്ഠാനമായി ബാധ അവധിയായി പരമാർത്ഥത്തെ അത് ബോധിപ്പിക്കുന്നുണ്ട്. അതാണ് സിദ്ധന്ത നിവർത്തകത്വ ആഗമവിധാം സൂത്രം. ആഗമവിത്തുക്കളായ ആചാര്യന്മാർ മുമ്പ് തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഭാഷ്യകാരന് മുമ്പ് തന്നെ അത് പറഞ്ഞിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ ഈ അധ്യാസത്തെ, താതാത്മ്യത്തെ നിവർത്തിപ്പിക്കുന്നതിനും അതിന്റെ അധിഷ്ഠാനത്തെ ബോധിപ്പിക്കുന്നതിനും ഈ ശാസ്ത്രത്തിന് ശേഷിയുണ്ട്. അതാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്വൈതവും ദ്വൈതവും തമ്മിൽ വിരോധമൊന്നുമില്ല. ദ്വൈതം കല്പിതമാണ്. കല്പിതമായതിന് അദ്വൈതത്തിനോട് എതിരിടുന്നതിന് ശേഷിയില്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ അതിന് പരമാർത്ഥം എന്നേ അർത്ഥമുള്ളൂ, സത്യം എന്നേ അർത്ഥമുള്ളൂ. അത് ഇതിലൂടെ ബോധിക്കാം എന്നാണ് ഇവിടെ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. നിരോധോ നചോത്പത്തർ
ന ബദ്ധോ ന ച സാധക ന മുമുക്ഷുർന വൈ മുക്ത ഇത്യേഷാ പരമാർത്ഥത